ഫോൺസിലുള്ള പേരുണ്ടാക്കി തരുന്നത് അവിടെ വർക്ക് ചെയ്തൊരു കോപ്പറേറ്ററാണ് ശ്യാമേട്ടൻ എന്ന് പറയും. ഓക്കെ ഓക്കെ അപ്പോൾ പുള്ളിക്കാരൻ ഞാനും കൂടി തൊട്ടടുത്ത് ചായക്കട ഉണ്ട്. ചായക്കട കഫേയാണ്. ഓക്കെ അവിടെ ഒരു ഇരുമ്പിൻ്റെ ചെയറുണ്ട്. അവിടെ ഇരുന്നിട്ട് ശ്യാമേട്ടാ നമുക്ക് ഇതൊരു ബിസിനസ്സാക്കി മാറ്റിയാൽ എന്തായിരിക്കും ശ്യാമേട്ടൻ്റെ അഭിപ്രായം? ഈ ചായ കുടിക്കുമ്പോഴാണല്ലോ ഐഡിയാസ് ഐഡിയാസ് വരിക. അപ്പോൾ ആക്ച്വലി ഞാൻ നാട്ടിലൊരു മാർബിളിൻ്റെ പണിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു. ഓക്കെ അതിനുശേഷം ഞാൻ +2 കഴിഞ്ഞ സമയത്ത് കുറച്ച് മാർബിളിൻ്റെ ഈ പണിക്കൊക്കെ ഇറങ്ങി. അന്ന് മനസ്സിലുള്ളത് നല്ലൊരു മേസരി ആവുക എന്നുള്ളതാണ്. ഒരു വ്യക്തി ആ വ്യക്തി ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു സാധനമാണ്. അതെ 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 ഇപ്പോൾ ഞങ്ങളെ ഫോണ്ടാണെങ്കിൽ തന്നെ നമ്മൾ മലയാളത്തിൽ 420 അക്ഷരത്തിന് മുകളിൽ ലിപികളുണ്ട്. അതെ ആ അക്ഷരങ്ങൾ മൊത്തം നമ്മൾ വരച്ചെടുക്കണം. അതെ അപ്പോൾ അത് ആ അക്ഷരങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന വേറെ സെക്ഷൻ ഉണ്ട്. വരയ്ക്കുന്ന അത്രയും ഒരു ഫോണ്ട് മാത്രം ചുമ്മാ ഉണ്ടാക്കുന്നതല്ല. ഇംഗ്ലീഷ് ആകുമ്പോൾ 27 ലെറ്റേഴ്സ് നോക്കിയാൽ മലയാളത്തിൽ ഒരുപാട് ലിപികളുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു ബിസിനസ് ഓണർ ഒരു ഡിസൈനർ എടുത്ത് ഒരു ലോഗോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്ക് ക്രിയേറ്റ് ചെയ്യുകയാണെന്ന് വെച്ചോ. അപ്പോൾ അതിൻ്റെ ലൈസൻസ് എങ്ങനെ ആയിരിക്കും? ആർട്ടിസ്റ്റിനായിരിക്കും അതേ ആ ബിസിനസ്സിനായിരിക്കും? ഒരു ഇവന്റ് വരാനിരിക്കുക. ആ ഇവന്റുകൾക്ക് ബ്രാൻഡ് ഫോണ്ട് ബിൽഡ് ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഖത്തർ വേൾഡ് കപ്പ് ഇല്ലേ 2022 നടന്നേ, ഓക്കെ ഓക്കെ ആ സമയത്ത് ഉണ്ടാക്കിയ നമ്മളിപ്പോൾ ആ ഖത്തറിൻ്റെ ലോഗോ എടുത്ത് നോക്കിയാൽ ലോഗോ അതിൽ ആ കൊടുത്തിരിക്കുന്ന ഫോണ്ട് ടൈപ്പ് അത് ഫോണ്ടാണ്. നമ്മളിപ്പോൾ ആലോചിക്കുന്നത് നമ്മളൊരാളെ കോപ്പി അടിച്ചോ അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമതേ ആവുള്ളൂ, ഒന്നാമതാവില്ല. ആരും ചിന്തിക്കുന്നില്ല. ആക്ച്വലി അത് ഇവിടെയുള്ള ഒരാളും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. അത് ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മിൽമാൻ്റെ ഒരു ഇഷ്യൂ ഇല്ലേ, അത് എടുത്താൽ നോക്കിയാൽ തന്നെ മതി. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ബ്രാൻഡ് ഫോണ്ട് ചൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരു കസ്റ്റമായിട്ടുള്ള ബ്രാൻഡ് ഫോണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതല്ല ബ്രാൻഡ് ഫോണ്ട് അല്ല, ഒരു ടൈപ്പ് ഫേസ് വേർഡ് മാർക്കാണ് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ ഒരു കസ്റ്റം വേർഡ് മാർക്ക് യൂസ് ചെയ്യാം. ട്രിവാൻഡ്രത്തുള്ളൊരു റൈറ്ററാണ് അദ്ദേഹം. ഒരു ബുക്ക് എഴുതുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛനെ പറ്റിയിട്ടാണ് അദ്ദേഹം ബുക്ക് എഴുതുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് നിർബന്ധം അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കൈയക്ഷരത്തിൽ ആ ബുക്ക് ഇറങ്ങണം. നമ്മളിപ്പോൾ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് ഈ ഇനിഷ്യൽ ഫസ്റ്റ് 3 ഇയർ എങ്ങനെ നമ്മുടെ കരിയർ സെറ്റ് ആക്കണം? ഞാൻ പറയുന്നു 100% ഒരു ഏജൻസിയിൽ കയറുക എന്നുള്ളതാണ്. ഓക്കെ. സ്റ്റാർട്ടപ്പ് സ്റ്റുഡിയോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഇന്ന് ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത് ഫോണ്ടുകളുടെ രാജകുമാരൻ എന്ന് പറയാം. ഇപ്പോൾ ശ്വാസം ഫോണ്ടൊക്കെ ഈ ഡിസൈനേഴ്സിൻ്റെ ഇടയിൽ ട്രെൻഡിങ് ആയിരിക്കും. അവർ യൂസ് ചെയ്യാത്ത ഒരു ഡിസൈനേഴ്സും ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്ത ആളാണ് പ്രണവ്. വെൽക്കം ടു സ്റ്റാർട്ടപ്പ് സ്റ്റുഡിയോ. താങ്ക് യു. പ്രണവിൻ്റെ ജേണി എങ്ങനെയായിരുന്നു ഈ ഡിസൈനിങ് ഫീൽഡിലോട്ട്? അതിൽ ജേണി എന്ന് പറയുമ്പോൾ ആക്ച്വലി ഞാൻ നാട്ടിലൊരു മാർബിളിൻ്റെ പണിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു. ഓക്കെ. അതിനുശേഷം ഞാൻ +2 കഴിഞ്ഞ സമയത്ത് കുറച്ച് മാർബിളിൻ്റെ ഈ പണിക്കൊക്കെ ഇറങ്ങി. അന്ന് മനസ്സിലുള്ളത് നല്ലൊരു മേസരി ആവുക എന്നുള്ളതാണ്. ഓക്കെ. മാർബിളിൻ്റെ ആൾക്ക് പണിക്ക് പോകുമ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് വലിയൊരു മേസരി ആവണം എന്നൊക്കെ അന്ന് അങ്ങനെയാണ്. പക്ഷേ അതിന് ശേഷം ചെന്നൈയിലേക്ക് പോയിടായി. ഏട്ടൻ മെഡിക്കൽ ഷോപ്പ് ഉണ്ട് ചെന്നൈയിൽ. അപ്പം അവൻ്റെ കൂടെ നാട്ടിൽ കുറച്ച് അലമ്പ് കാര്യങ്ങളുള്ളതുകൊണ്ട് നാട് കടത്തി തന്നെ പറയാം. അങ്ങനെ അവിടേക്ക് പോയി. അവിടെ പോയപ്പോൾ പിന്നെ അവിടെയായിരുന്നു പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. മെഡിക്കൽ ഷോപ്പായിരുന്നു. അവിടെ ഡെലിവറി ബോയ് ആയിട്ടായിരുന്നു കുറേ കാലം ഉണ്ടായിരുന്നത്. ഒരു 1.5 വർഷം 2 വർഷത്തിനോട് തന്നെ അവിടെ ആയിരുന്നു. അങ്ങനെ അവിടുത്തെ ജീവിതം എനിക്കിങ്ങനെ കുറച്ച് കംഫർട്ട് അല്ലാത്ത ഫീൽ ചെയ്ത് തുടങ്ങിയപ്പം എന്തെങ്കിലും പഠിക്കണം എന്നുള്ളൊരു തോന്നൽ തോന്നി. അങ്ങനെ ഒരു മീഡിയ സ്കൂളിൽ കയറാനുള്ള പ്ലാനായി. അങ്ങനെ അവിടെ ഉള്ളൊരു മീഡിയ സ്കൂളിൽ കയറി. അവിടെ വിസ്കോം കംപ്ലീറ്റ് ചെയ്തു. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ അത് കംപ്ലീറ്റ് ചെയ്തു. അന്ന് ആക്ച്വലി ഞാൻ നാട്ടിൽ വന്ന സമയത്ത് വിസ്കോം ഒക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലുള്ളവർക്ക് ആർക്കും അറിയില്ല. വിസ്കോമോ അതെന്താണെന്ന് ചോദിക്കുക. അത് അങ്ങനെ ശേഷം പിന്നെ ഞാൻ ഒരു സൺ ടി വിയിൽ ഇൻറ്റേൺഷിപ്പിന് കയറി. അവിടെ ഒരു സ്പോട്ട് എഡിറ്ററായിട്ട് കയറിയിട്ടായിരുന്നു. അതിനുശേഷം ഒരു എറണാകുളത്തുള്ള ഒരു കമ്പനിയിൽ പബ്ലിസിറ്റി ഡിസൈനറായിട്ട് കയറി. പിന്നെ ഒരു IT കമ്പനി, പിന്നെ നമ്മളെ ക്യാപ്പിയോൺ ട്രാക്റ്റീവ് എന്നുള്ള കമ്പനിയിൽ കയറി. അവിടെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് എന്നുള്ള രീതിയിൽ പറയാം. വെച്ചാൽ അവിടെ നിന്നാണ് എൻ്റെ ഈ ഒരു ഫോൺസ്പെൽ എന്നുള്ളതിന് തുടക്കം ഇട്ടത് ക്യാപ്പിയോന്നാണ്. പിന്നെ ക്യാപ്പിയോന്ന് ഇറങ്ങി പിന്നെ ഒരു മൂൺ ബോക്സ് എന്നുള്ളൊരു കമ്പനിയിൽ കയറി. അവിടെ ബ്രാൻഡിങ് മാത്രമായിരുന്നു. അവിടുന്ന് കുറച്ചുകൂടിയും ഒരു നമ്മളെ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രാൻഡിങ് വർക്കും എല്ലാം തന്നെ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ ലെവലുള്ള ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റി എന്നുള്ളത് ഭയങ്കര പ്രൗഡായിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഇതുവരെ കണ്ടതല്ല ബ്രാൻഡിങ് എന്നുള്ളതിനെ മൊത്തത്തിൽ കീറി വിളിച്ചുകൊണ്ടുള്ള ഒരു ഇതായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഉണ്ടായ വർക്കിൻ്റെ സ്ട്രാറ്റജിയും അതേപോലത്തെ പ്ലാനിങ്ങും. അന്ന് ഞാൻ ചെയ്യുന്ന ബ്രാൻഡിങ് അത് സൂപ്പർ, ഞാൻ ചെയ്താൽ അടിപൊളിയാണെന്നുള്ളത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഇത് കാണിച്ചപ്പോൾ അവർ ഒറ്റയടിക്ക് ഇങ്ങനെയല്ല ചെയ്യേണ്ട മെത്തേഡ് എന്നുള്ള രീതിയിൽ അവർ ടോട്ടലി അതിനെ ഇങ്ങനെയല്ല അതിൻ്റെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ബ്രാൻഡിങ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യും, മാപ്പിങ്ങും ഒരു പ്രൊജക്റ്റിൻ്റെ ടൈം ഡ്യൂറേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നു. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മൂൺ ബോക്സ് പഠിക്കാൻ പറ്റി. അത് എൻ്റയർലി ബ്രാൻഡിങ്ങിന് മാത്രം. പിന്നെ ബ്രാൻഡിങ്ങിന് പൂർണ്ണമായിട്ടും അവിടെയൊക്കെ ഒഴിവാക്കി സ്വന്തമായി
ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. കമ്പനി പ്രത്യേകം എനിക്കൊരു ഇതുണ്ടായിരുന്നു, നമ്മളെ ഏജൻസി എന്നല്ലാതെ എന്തെങ്കിലും സംതിങ് ഡിഫറെൻ്റ് ആയിട്ടൊരു മേഖല നോക്കണം എന്നുള്ളത്. ഓക്കെ. അപ്പം എന്തുകൊണ്ടൊരു ടൈപ്പ് ഡിസൈനിങ് മേഖലയിലേക്ക് തിരിഞ്ഞുകൂടാ. അന്ന് ഞാൻ ടൈപ്പോഗ്രാഫി ഇൻട്രസ്റ്റഡ് ആയിരുന്നു, അതേപോലെ കുറേ കാര്യം പഠിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഒരു ഫോൺ മേക്കിങ്ങിനെ കുറിച്ച് ഞാൻ ക്യാപ്പിയോ എന്നാണ് ആദ്യമായിട്ടൊരു ഫോണ്ട് ഉണ്ടാക്കുന്നത്. ഓക്കെ. കോഴിക്കോട് എന്നുള്ള ഫോണ്ടാണ് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഒരു ഫോണ്ട്, ഫസ്റ്റ് ഫോണ്ട് കോഴിക്കോടാണ്. ഓക്കെ. കോഴിക്കോട്. ഓക്കെ. അതിനുശേഷം അത് ഞാൻ ബിഹാൻസിൽ അപ്ലോഡ് ചെയ്തു. ഓക്കെ. കുറേ പേര് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും. അത് ടെസ്റ്റിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു, ഈ ഫോണ്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു. അതിനുശേഷം ഞാൻ ഒരു ദിവസം എൻ്റെ ഈ ഫോൺസിലുള്ള പേരുണ്ടാക്കി തരുന്നത് അവിടെ വർക്ക് ചെയ്തൊരു കോപ്പറേറ്ററാണ്, ശ്യാമേട്ടൻ എന്ന് പറയും. ഓക്കെ. ഓക്കെ. അപ്പോൾ പുള്ളിക്കാരൻ ഞാനും കൂടി തൊട്ടടുത്ത് ചായക്കട ഉണ്ട്, ചായക്കട കഫേയാണ്. ഓക്കെ. അവിടെ ഒരു ഇരുമ്പിൻ്റെ ചെയറുണ്ട്, അവിടെ ഇരുന്നിട്ട് ശ്യാമേട്ടാ നമുക്ക് ഇതൊരു ബിസിനസ്സാക്കി മാറ്റിയാൽ എന്തായിരിക്കും ശ്യാമേട്ടൻ്റെ അഭിപ്രായം? ഈ ചായ കുടിക്കുമ്പോഴാണല്ലോ ഐഡിയാസ് വരിക. അതേപോലെ തന്നെ അപ്പോൾ ശ്യാമേട്ടൻ പറഞ്ഞു നല്ല ഐഡിയ ആണെന്ന് പറഞ്ഞു. അവിടുന്നാണ് ശ്യാമേട്ടൻ ഉണ്ടാക്കിയൊരു പേരാണ് ഫോൺസ്പെൽ എന്നുള്ളത്. ഓക്കെ. പുള്ളിക്കാരനാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു കാര്യം ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് ഒരു പോസിറ്റീവുള്ള റെസ്പോൺസ് കിട്ടി. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് നോക്കിക്കൂടാന്നുള്ളത്, അങ്ങനെ നെക്സ്റ്റ് ഫോണ്ട് ഉണ്ടാക്കിയുള്ള പരിപാടി. ഓക്കെ. അപ്പോൾ അതിന് മുമ്പ് ഞാൻ അവിടെ ക്യാപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു ആഡ് വേണ്ടിയിട്ട് ഒരു മാധ്യമം അവിടുത്തെ ക്ലയൻറ്റാണ്. ഓക്കെ. അപ്പോൾ ഹാർമോണിക്സ് കേരള എന്നുള്ളൊരു ഇവൻ്റ് അവിടെ വരുന്നുണ്ട്. ആ ഇവൻറ്റിലേക്ക് വേണ്ടിയിട്ട് ഒരു ഫുൾ പേജ് ആഡാണ്, ഒരു ടൈപ്പോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആഡ് ഉണ്ടാക്കി കൊടുക്കണം. ഓക്കെ. അപ്പോൾ അവർ ക്യാപ്ഷൻ തന്നു, നമ്മളത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഈ ശ്വാസം എന്നുള്ള ഫോണ്ടിൻ്റെ തുടക്കം അങ്ങനെയാണ്. ഓക്കെ. നമ്മളെ ശ്വാസമാണല്ലോ ഏറ്റവും ട്രെൻഡിങ്. യെസ്, എക്സാക്ട്ലി. അങ്ങനെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള എൻ്റെ ഇപ്പോഴും ആൾക്കാർ എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫോണ്ട് കൂടിയാണ് ശ്വാസം എന്നുള്ള ഫോണ്ട്. കാരണം എന്തുകൊണ്ട് അത്രയും എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമായിരുന്നു തോന്നുന്നു. ഇങ്ങനെ ഒരു സാധനം വരാത്തതുകൊണ്ട് മലയാളത്തിൽ ഫോണ്ടുകൾ കുറവാണ്, വളരെ കുറവാണ്. ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫോണ്ടുകൾ വളരെ കുറവാണ്. ശ്വാസം എസ്പെഷ്യലി ഇലക്ഷൻ സമയത്തൊക്കെ ആയിരുന്നു റിലീസ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഭയങ്കര ഹിറ്റായി. എൻ്റെ വീടിൻ്റെ ഇപ്പോഴും ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് ഒരുപാട്. അതിപ്പം ഒന്ന് നമ്മൾ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ 1 or 2 ആടെങ്കിലും മിനിമം നമ്മൾ കാണാക്കില്ല. അതെ, അത്രയും വൈറലായി. അത് ഭയങ്കര പ്രൗഡായിട്ടുള്ള കാര്യമായിരുന്നു. അത് ആ ഫോണ്ടിൻ്റെ തുടക്കം അവിടെ തന്നെയാണ്. ആ ഹാർമോണിക്സ് കേരള എന്നുള്ള ഇവൻറ്റിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ടൈപ്പോഗ്രാഫിയാണ് ആ ശ്വാസത്തിൻ്റെ കുറച്ച് അക്ഷരങ്ങൾ. പിന്നെ ഞാനത് ഫുൾ അക്ഷരങ്ങളാക്കി വരച്ചെടുത്തു, പിന്നെ അതൊരു ഫോണ്ടായി കൺവേർട്ട് ചെയ്തു. അങ്ങനെ ശ്വാസം എന്നുള്ള ഫോണ്ട് ഉണ്ടാക്കി. അതിന് തുടർന്ന് അങ്ങനെ പിന്നെ അതിനുശേഷം ആ സമയത്ത് ഞാനൊരു കമ്പനിയിൽ മൂൺ ബോക്സിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആ ഫോണ്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമൊക്കെ പിന്നെ അതിനുശേഷം പൂർണ്ണമായിട്ട് ഞാൻ എൻ്റെ ഓഫീസൊക്കെ റിസൈൻ ചെയ്തു. ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിൽ ഫോൺസ്പെല്ലിലേക്ക് മാത്രമായിട്ട് മാറുകയാണ് ചെയ്തത്. ഇപ്പോൾ 2 വർഷമായിട്ട് ഞങ്ങൾ ഫോൺസ്പെല്ലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പ്രൊജക്റ്റുകളൊക്കെ ഉണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. ബ്രാൻഡ് ഫോണ്ടുകളാണ് മെയിൻ കോർ പോയിന്റ് എന്നുള്ള രീതിയിൽ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ പ്രൊഡക്റ്റായിട്ട് നമ്മൾ സെല് ചെയ്യുന്നുണ്ട്. ഫോണ്ടുകളെല്ലാം പ്രൊഡക്റ്റായിട്ടും സെല് ചെയ്യുന്നുണ്ട്. വെബ്സൈറ്റ് ഉണ്ട് പർച്ചേസ് ചെയ്യാൻ. നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഈ ഒരു 2 ആഴ്ചക്കുള്ളിൽ ലോഞ്ചിങ് ആണ്. അപ്പോൾ ഇപ്പോൾ മാനുവലി ആണ് വാട്സപ്പ് ത്രൂ ആണ് നമ്മൾ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും ഫോണ്ടിന് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രണവിന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ. എക്സാക്ട്ലി. ഓക്കെ. നമ്മൾ ഫ്യൂച്ചർ വെബ്സൈറ്റിലാകുമ്പോൾ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. പക്ഷേ ഇത് കോപ്പറേറ്റുള്ള ഫോണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ ഈ ഫോണ്ടുകളിൽ ആർട്ട് കാറ്റഗറി പെടുത്തിയിട്ടാണ് കോപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അതുകൊണ്ട് തന്നെ നമുക്കത് ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെ ഡീറ്റെയിൽസ് കാര്യം കളക്ട് ചെയ്ത് അവരുടെ പേരിൽ നമ്മൾ അതിൻ്റെ ഇൻവോയ്സ് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ ലൈസൻസോട് കൂടിയാണ്. വെബ്സൈറ്റ് ത്രൂ ആകുമ്പോൾ നമുക്കത് പോസിബിൾ അല്ല. ഓക്കെ. അപ്പം ഒരാൾ കസ്റ്റമർ മേടിക്കുകയാണെങ്കിൽ നമ്മൾ ബൈ നോ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അവരുടെ പേരിൽ ലൈസൻസോ കാര്യങ്ങളോ നമുക്ക് ആഡ് കൊടുക്കാനൊന്നും പോസിബിൾ അല്ല. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് മാനുവലി ഇനി നമുക്ക് ഇപ്പം നിലവിൽ പോസിബിൾ ആയിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ ലൈസൻസ് വേണമെന്നുണ്ടെങ്കിൽ മാനുവലി കണക്ട് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ലൈസൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ഡിസൈൻ ഫീൽഡിലൊക്കെ കോപ്പി റൈറ്റിംഗ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ആക്ച്വലി നമ്മൾ ഇവിടെയുള്ള ആൾക്കാർക്ക് ഇമ്പോർട്ടൻസ് അറിയില്ല എന്ന് വേണം പറയാം. എന്നുവെച്ചാൽ കോപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു ആർട്ട് അതിനേക്കാൾ ഉപരി ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കോപ്പറേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ആർട്ട് അവർ മിസ്യൂസ് ചെയ്യുമ്പോഴാണ്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരു വ്യക്തി ആ വ്യക്തി ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു സാധനമാണ്. ഇപ്പം ഞങ്ങളെ ഫോണ്ടാണെങ്കിൽ തന്നെ നമ്മൾ മലയാളത്തിൽ 420 അക്ഷരത്തിന് മുകളിൽ ലിപികളുണ്ട്. ആ അക്ഷരങ്ങൾ മൊത്തം നമ്മൾ വരച്ചെടുക്കണം. അപ്പോൾ അത് ആ അക്ഷരങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന വേറെ സെക്ഷൻ ഉണ്ട്, വരയ്ക്കുന്ന അത്രയും ഒരു ഫോണ്ട് മാത്രം ചുമ്മാ ഉണ്ടാക്കുന്നതല്ല. മലയാളത്തിൽ ഒരുപാട് ലിപികളുള്ളതാണ്. അപ്പോൾ അത് മൊത്തം നമ്മൾ വരച്ചുണ്ടാക്കണം, അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അത് ഫോണ്ട് മാത്രമല്ല, ഇനിയിപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ അദ്ദേഹം എടുത്തൊരു ഇമേജ് അദ്ദേഹം ചിലപ്പോൾ ഒരുപാട് സമയം കാത്തിരുന്നിട്ടായിരിക്കും ആ ഇമേജ് എടുത്തിട്ടുണ്ടായിരിക്കും. അത് ഒരാളെടുത്ത് അവരെ
സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, അവരെ സ്വാർത്ഥ ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുക എന്ന് പറയുന്നത്, ഓക്കെ. പെർമിഷൻ ഇല്ലാതെ യൂസ് ചെയ്യുക വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അതെ, അതെ. അതുകൊണ്ടാണ് ഈ കോപ്പറേറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളിപ്പം ഫോണിൽ നിന്നല്ല, ഒരു മ്യൂസിക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് കോപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളൊന്നുമില്ല, നമ്മളെ മിൽമയുടെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ മതി. അതെ, 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 അതെ. അതൊക്കെ അവരെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മഹിമ എന്നുള്ള മഹിമ തന്നെയല്ലേ പറയണ്ടല്ലേ, അങ്ങനെ വന്നു തോന്നുന്നു സിമിലർ നെയിം ആയിരുന്നു അവർ യൂസ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ അതിനൊരു ആവശ്യമില്ല. അതെ. അവർ നല്ലൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അവർ സെപ്പറേറ്റ് വേറെ ബ്രാൻഡ് തുടങ്ങി. നമ്മളിപ്പോൾ ആലോചിക്കുന്നത് നമ്മളൊരാളെ കോപ്പി അടിച്ചോ അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമതാവുള്ളൂ, ഒന്നാമതാവില്ല. ആരും ചിന്തിക്കുന്നില്ല. അതായത് അവർക്ക് അപ്പം വേണ്ട ബിസിനസ്സാണ്, അത് മറ്റൊരാൾക്ക് കിട്ടുന്നൊരു വാല്യൂ കുറച്ചുകൂടി വലിച്ച് ഇങ്ങോട്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചുറ്റുപാടെ നോക്കിയാൽ മതി. ഇത് കോപ്പറേറ്റ് എന്ന് വെച്ചാൽ കടകൾ വരെ ഒരു സമയത്ത് ചപ്പാത്തി കടകൾ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു എല്ലായിടത്തും. പിന്നെ കഴിഞ്ഞപ്പം ചായക്കടയായി, പിന്നെ സമയത്ത് അവിൽ മിൽക്കായിരുന്നു. നമ്മുടെ കോഴിക്കോടൊക്കെ നോക്കുകയാണെങ്കിൽ ടർഫിൻ്റെ കാര്യം ഒരുപാടായിരുന്നു. ഇപ്പം അതൊക്കെ മാറി. അതേപോലെ തന്നെയാണ് പ്രൊഡക്റ്റുകൾക്ക്. അത് ആർക്കും അതിന് വാല്യൂ കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു പ്രൊഡക്റ്റിന് ആരും വാല്യൂ കൽപ്പിക്കുന്നില്ല. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി കോപ്പറേറ്റ്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് ഇനിയുള്ള ജനറേഷൻ ആണെങ്കിലും മനസ്സിലാക്കണം. അതിപ്പോൾ ഡിസൈനേഴ്സ് ആണെങ്കിലും ബിസിനസ് ഓണേഴ്സ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മാനേജേഴ്സ് ഒക്കെ ആണെങ്കിലും ഇതിന് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം കുറച്ച് എല്ലാവരും കോപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. കാരണം വെച്ചാൽ നമ്മളൊരു ഫോണ്ട് കൊടുത്ത സമയത്ത് ആദ്യമൊക്കെ ഒരു 6-7 മാസത്തിനുള്ളിൽ നമുക്ക് റെഡി ആവുമായിരുന്നു. 1 ഇയറിൻ്റെ അടുത്ത് എടുക്കുന്നുണ്ട് അതിന് കോപ്പറേറ്റ് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് ഡിലേ എന്ന് വരാൻ കാരണം വെച്ചാൽ ആൾക്കാർ ഒരുപാട് ചെയ്യുന്നുണ്ട്. അപ്പം ലോഗോ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഇപ്പം എല്ലാം അവെയറാണ്. ഞങ്ങളത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവർ തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ഒരു അവയർനെസ് പ്രോപ്പറായിട്ട് പറഞ്ഞു, കൊമേഴ്ഷ്യൽ യൂസും ഈ സോഷ്യൽ മീഡിയ യൂസും അത് സെപ്പറേറ്റ് നമ്മൾ ഓരോ കാറ്റഗറിക്ക് അനുസരിച്ചാണ് നമ്മളതിനെ. ഇപ്പം ഈ ആർട്ടൊക്കെ ആണെന്നെങ്കിൽ ബുക്ക് കാറ്റഗറി, ആർട്ട് കാറ്റഗറി, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സെപ്പറേറ്റ് എടുക്കുകയും ചെയ്യേണ്ടത്. പിന്നെ ആപ്പ് ആണെങ്കിൽ സെപ്പറേറ്റ്, അങ്ങനെ ഓരോ കാര്യങ്ങളാണ്. ഓക്കെ. ഇപ്പോൾ നമ്മളൊരു ബിസിനസ് ഓണർ ഒരു ഡിസൈനർ എടുത്ത് ഒരു ലോഗോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്ക് ക്രിയേറ്റ് ചെയ്യുകയാണെന്ന് വെച്ചോ, അപ്പോൾ അതിൻ്റെ ലൈസൻസ് എങ്ങനെ ആയിരിക്കും? ആർട്ടിസ്റ്റിനായിരിക്കുമോ അതേ ബിസിനസ്സിനായിരിക്കുമോ? അത് കമ്പനി ഇപ്പോൾ എൻ്റെ പേരിൽ ഫോൺസ്പെല്ലിൻ്റെ പേരിലാണെങ്കിൽ എൻ്റെ കമ്പനി പേര് എൻ്റെ ഇതിലായിരിക്കും അതിൻ്റെ ഫുൾ കോപ്പറേറ്റ് ഉണ്ടാവും. ഓക്കെ. നമ്മളിപ്പോൾ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ലോഗോ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ലൈസൻസ് ആർട്ടിസ്റ്റ് വെക്കുന്നതാണോ അതേ കമ്പനിയാണോ നോക്കേണ്ടത്? കമ്പനിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന സാധനമല്ലേ, ഒരിക്കലും ആർട്ടിസ്റ്റിന് നമുക്ക് എടുക്കാൻ പറ്റില്ല. ആർട്ടിസ്റ്റ് അതിൻ്റെ കോപ്പറേറ്റ് കമ്പനിക്ക് ലീഗലി മൂവ് ചെയ്ത് കൊടുക്കണം. അല്ല, ഇത് വേറെ സെക്ഷൻ തന്നെ. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസൈനർ ഒരു ലോഗോ ഉണ്ടാക്കി നിർത്താം. അത് ഡിസൈനറിലല്ല, അതിൻ്റെ ലീഗൽ വശങ്ങളൊക്കെ നോക്ക് അഡ്വക്കേറ്റ്സ് ആണ്. ഈ കോപ്പറേറ്റ് കാര്യങ്ങൾ ചെയ്യുന്ന അഡ്വക്കേറ്റ്സ് ഒരുപാടുണ്ട്. അവർക്ക് നമ്മൾ ഈ ലോഗോ അയച്ചു കൊടുക്കുക, അവർ ലീഗലായിട്ട് മൂവ് ചെയ്തോളും. നമുക്കൊക്കെ ഇപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് എൻ്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പുള്ളിക്കാരനാണ് എൻ്റെ ഫോണ്ട് കാര്യങ്ങളൊക്കെ ഉള്ളതും എല്ലാ കാര്യങ്ങളും ബാക്കി നമ്മളതിന് നോക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഇതിൻ്റെ ലോങ് ടൈം പ്രോസസ് ആയതുകൊണ്ട് നമ്മളതിൻ്റെ പിറകിൽ നടക്കുകയെന്ന് വെച്ചാൽ ഒരു ടൈം ഒരുപാട് നമുക്ക് അതിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതിനേക്കാൾ നല്ലത് ഒരു ഏജൻസിയോ അല്ലെങ്കിൽ ഒരുപാട് ലീഗൽ ഏജൻസികളുണ്ട്, അവരെ നമ്മൾ സബ്മിറ്റ് ചെയ്യുക, ലോഗോ കൊടുക്കുക, അവർ നോക്കിക്കോളും ബാക്കി കാര്യങ്ങളൊക്കെ. മനസ്സിലായി. ഇപ്പോൾ ഈ ഫ്രീലാൻസേഴ്സ് അത് ചുമ്മാ ചില്ലറ 10-200 രൂപ കൊടുത്താൽ റെഡി ആയി കിട്ടില്ല കേട്ടോ. നമ്മൾ ഒരു 10-20,000 രൂപയുടെ അടുത്ത് ചിലവ് വരുന്നുണ്ട് ഓരോ പ്രൊഡക്റ്റ് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. അത് കാറ്റഗറിക്ക് അനുസരിച്ച് ഒരു വ്യത്യാസം വരും. ഇപ്പം നെയിം ആണെങ്കിലും എല്ലാം അതിൻ്റെതായിട്ടുള്ള ഓരോരോ കാറ്റഗറി അനുസരിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം, മാറ്റം വരും. ഇപ്പം നമ്മളിപ്പം ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ കമ്പനി രജിസ്റ്റർ ചെയ്യാണ്, എൻ്റെ പേരാണ് രജിസ്റ്റർ ചെയ്യുന്നത്. എനിക്ക് അഡ്വർടൈസിങ് മാത്രമാണെന്നുണ്ടെങ്കിൽ അതിന് റേറ്റ് ആണ്. പ്ലസ് അതിൻ്റെ കൂടെ വേറെ ഇതും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ IT എല്ലാം കൂടി അതിനനുസരിച്ച് ചാർജസ് കൂടാൻ ഓരോ കാറ്റഗറി അനുസരിച്ചിട്ട് ചാർജസ് എക്സ്ട്രാ വരും. അതെ. ഓക്കെ മനസ്സിലായി. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ലോഗോയുടെ കേസ് പറഞ്ഞില്ലേ, അപ്പോൾ ഈ ലോഗോ ക്രിയേറ്റ് ചെയ്യുമ്പോഴേ ഈ ബ്രാൻഡ് ഫോണ്ടുകളുടെ ഇമ്പോർട്ടൻസ് എന്താണ്? ആക്ച്വലി അത് ഇവിടെ ഉള്ള ഒരാളും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. അത് ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മിൽമാൻ്റെ ഒരു ഇഷ്യൂ ഇല്ലേ, അത് എടുത്താൽ നോക്കിയാൽ തന്നെ മതി. ഇപ്പോൾ ഒന്നുമില്ല, അത് ഫോണ്ടാണോ അത് ആക്ച്വലി കൂപ്പർ ബ്ലാക്ക് എന്നുള്ളൊരു ഫോണ്ടാണ്. അവർ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരിക്കില്ല ആ ഉണ്ടാക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഇതേപോലത്തെ ഒരു ചാത്തം വരും എന്നുള്ളത്. മനസ്സിലായി. അത് ചില ഒരു ബ്രാൻഡ് ഫോണ്ട് ചൂസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഓപ്പൺ സോഴ്സ് ഫോണ്ട് ചൂസ് ചെയ്യരുത്. ഇപ്പം നാളെ നിങ്ങളെ കമ്പനി ഒരു ലോഗോ ഡെവലപ്പ് ചെയ്യണം, ആ സമയത്ത് നിങ്ങൾ എന്തോ പോപ്പിൻസ് എന്നുള്ള അല്ലെങ്കിൽ വേറെ ഏതോ ഫോണ്ടോ യൂസ് ചെയ്ത് നിങ്ങൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തു, സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഒരു 5 വർഷം കഴിഞ്ഞ് നിങ്ങളെ കമ്പനി ഗ്രോയിലെത്തി. അപ്പം അത് കണ്ടു നിൽക്കുന്ന ഒരുപാട് ബിസിനസ് ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ പൈസ ഉള്ള ആൾക്കാരുണ്ട്. അവർ വിചാരിക്കുകയാണ് എന്തുകൊണ്ട് ഞങ്ങൾക്ക് അതേപോലത്തെ ബിസിനസ് തുടങ്ങിക്കൂടാ. അപ്പോൾ അവർ
കോപ്പിക്കേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവരും ചെയ്യുന്നൊരു സംഭവം കൂടിയാണ്. അതെ. ഇപ്പം പൈസ ഉണ്ട്, ഇപ്പം എന്തെങ്കിലുമൊക്കെ തുടങ്ങണം എന്നുള്ള ചിന്താഗതിയുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ബ്രാൻഡ് ഫോണ്ട് ചൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരു കസ്റ്റമായിട്ടുള്ള ബ്രാൻഡ് ഫോണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ. അതല്ല ബ്രാൻഡ് ഫോണ്ട് അല്ല, ഒരു ടൈപ്പ് ഫേസ് വേർഡ് മാർക്കാണ് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ ഒരു കസ്റ്റം വേർഡ് മാർക്ക് യൂസ് ചെയ്യാം. ഓക്കെ. അത് മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെയുള്ള ഫീച്ചറിൽ നിങ്ങൾ ലോങ് ടൈം വിഷനോടുള്ള ഒരു ബ്രാൻഡ് ഓണർ ആണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ കസ്റ്റം ഒരു വേർഡ് മാർക്കാണ് ഉണ്ടാക്കേണ്ടത്. അല്ല സാധാ ഫോണ്ടോ ഏരിയയിലോ അല്ലെങ്കിൽ പോപ്പിൻസോ അല്ലെങ്കിൽ മെട്രോപോളിക്സോ അങ്ങനത്തെ ഫോണ്ടിലോ അല്ലെങ്കിൽ മോഡേൺ ആയിട്ട് കിട്ടുന്ന ഇപ്പോൾ ഒരുപാട് മോഡേൺ ഫോണ്ടുകൾ കിട്ടും. അത് ഡയറക്റ്റ് യൂസ് ചെയ്ത് അടിപൊളി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ലോഗോനേക്കാൾ അടിപൊളിയായിരിക്കും. ഐക്കൺ വെക്കുന്നേക്കാൾ അടിപൊളി സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു കാരണവശാലും യൂസ് ചെയ്യരുത്. കസ്റ്റമായിട്ട് ബിൽഡ് ചെയ്യുക. ഇനി അതുമല്ല നിങ്ങൾക്കത് ആ ഒരു ഫോണ്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഓക്കെ. നമ്മളിപ്പോൾ ഈ AI ടൂൾ വെച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ലോഗോസൊക്കെ നമുക്ക് കൊമേഴ്ഷ്യൽ യൂസിന് ചെയ്യാൻ പറ്റുമോ? അത് ആക്ച്വലി എന്താ വെച്ചാൽ AI ഇപ്പോഴും ഫുൾഫിൽ അല്ല. അതിൻ്റെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം നാളെ ചിലപ്പം അവതാറൊക്കെ നമ്മളെ പേരിലുള്ള അവതാർ ഇപ്പം മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഒരുപാട് AI ടൂൾ, നാളെ ചിലപ്പം മമ്മൂട്ടിയും മോഹൻലാലും ചിലപ്പോൾ ഞങ്ങളുടെ അവതാരം കോപ്പറേറ്റ് ചെയ്യേണ്ട അവസ്ഥ വരും. ഒന്നും പറയാൻ പറ്റില്ല നമുക്കൊന്നും. AI ഇപ്പോഴും ഫുൾഫിൽ അല്ലാത്തതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊന്നും പക്ഷേ വളരെ ഒരുപാട് നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരിക്കാവുന്ന കാണാവുന്ന സാധനമാണ്. ഇപ്പോൾ ഒരു ലോഗോ AI വെച്ച് ക്രിയേറ്റ് നമുക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് മാനുവലി വർക്ക് ചെയ്ത് എടുക്കുന്നതാണോ ബെറ്റർ? അതെ. ഇപ്പം ഞാനൊരു യൂസ് ചെയ്ത AI ടൂളുണ്ട്, lovat.ai എന്ന് പറഞ്ഞിട്ടുള്ള. ഞാൻ ഒരു ട്രൈ ചെയ്ത് നോക്കിയ സാധനമാണ്. ഞാൻ അന്ന് ഉണ്ടാക്കിയ ഒരു കുട്ടപ്പനച്ചാർ എന്നുള്ള അതിൻ്റെ പേര് കൊടുത്തത്. ഒന്നുമില്ല, ജസ്റ്റ് ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ പേജിൽ ആ വീഡിയോ ഉണ്ട്. അപ്പം ഒന്നുമില്ല, പിക്കിൾസ് വേണം, എനിക്ക് സ്പൈസ് കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ പ്രോംപ്റ്റ് കൊടുത്തു. അതിനനുസരിച്ചുള്ള എന്തൊക്കെ സ്റ്റൈലാണ് വേണ്ടത്, അപ്പോൾ ഇന്ത്യൻ ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവം വേണ്ട, സൗത്ത് ഇന്ത്യൻ കണക്റ്റഡ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ പ്രോംപ്റ്റ് കൊടുത്തു. കറക്റ്റ് എനിക്ക് 5 ഓപ്ഷൻസ് വന്നു ലോഗോ. അടുത്ത ചോദ്യം ഇതിന് പാക്കേജ് വേണമെന്നാ. പാക്കേജിന് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു, പാക്കേജ് വന്നു. ഞാൻ അടുത്ത് ചോദിച്ചു മോക്കപ്പ് വേണമെന്നാണ്. ഞാൻ ഒന്നും ചെയ്തില്ല. അതൊരു എൻ്റെ ഒരു 4-5 ദിവസം എടുത്ത് നമ്മൾ മെനക്കെടുന്ന കാര്യങ്ങളാണ് ഒറ്റയടിക്ക് വന്നത്. അത് ഇപ്പം ഇങ്ങനെ തരുന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നെക്സ്റ്റ് ലെവലിലേക്ക്, പക്ഷെ അത് PNG ആയിട്ടൊക്കെ വരുന്നത്. പക്ഷെ എന്നിരുന്നാലും നമുക്കൊരു ഫസ്റ്റ് ഔട്ട് ഒരു ഐഡിയ കിട്ടാൻ നമുക്ക് ഈ ഒരുപാട് നിങ്ങളുടെ ക്ലയന്റും ജസ്റ്റ് നമുക്ക് ഐഡിയ ഷെയർ ചെയ്യാനൊക്കെ തന്നെ ധാരാളമാണ്. പിന്നെ ഫൈനൽ ആകുമ്പോഴേ വർക്ക് ചെയ്താൽ മതി. ആ ഒരു പ്രോസസ്സിൽ പോകുന്നതായിരിക്കും. ഇപ്പോൾ ഈ ടൈപ്പോഗ്രാഫി ഒക്കെ ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈക്കോളജി, ഫോണ്ടിൻ്റെ സൈക്കോളജി ഒക്കെ, ഈ ടൈപ്പോഗ്രാഫി ഓരോ ഫോണ്ടുകൾക്കും ഓരോ ഫീലിങ്സ് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതും എല്ലാവരും യൂസ് ചെയ്യുന്ന അറിയാം, പക്ഷെ എല്ലാവരും ഒരു ഫീലിങ്സ് അറിഞ്ഞുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ റയറാണ്. ജസ്റ്റ് അവർ അത് കണ്ട് അത് കൊള്ളാം അങ്ങനെ യൂസ് ചെയ്യുന്നവരാണ് 90%. ഇപ്പോൾ നമ്മൾ കല്യാണ കത്തിൽ കണ്ട മനസ്സിലാവും അതിൽ ഉപയോഗിക്കുന്ന സ്ക്രിപ്റ്റ് ഫോണ്ടുകളൊക്കെ അതിൻ്റെ ഒരു ഫീലിങ്സ് വേറെയാണ്. ഇപ്പം ഡിസ്പ്ലേ ഫോണ്ടുകൾ ഫീലിങ്സ് വേറെയാണ്, റഷ് ഫോണ്ടുകൾ ഫീലിങ്സ് വേറെയാണ്. പക്ഷെ അധികം ആൾക്കാരത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം കുറച്ച് നമ്മൾ പുറത്തൊക്കെ വർക്ക് ചെയ്ത ആൾക്കാർക്ക് ചിലപ്പം കുറച്ചുകൂടി ഇതിനെപ്പറ്റി ഐഡിയകൾ ഉണ്ടാവും. നമ്മളോടുള്ള ഇല്ല എന്നല്ല, വളരെ കുറവാണെന്ന് വേണം പറയാൻ. ഒരു ഫോണ്ടൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഫീലിങ്സ് അറിഞ്ഞുകൊണ്ടാണോ യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന നല്ലൊരു ഫോണ്ട് അത് കുഴപ്പമില്ലാന്ന് തോന്നും, അതിൽ ഉപയോഗിക്കും, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഒരു കമ്പനി ഈ ഫോണ്ട് അവരുടേതായ ഒരു ഫോണ്ടിന് ഇമ്പോർട്ടൻസ് എന്താണ് ഒരു കമ്പനിക്ക്? ആക്ച്വലി അത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം, കഴിഞ്ഞ ഒരു 2 ആഴ്ച മുന്നേ ഞങ്ങൾ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നിയൊരു കാര്യമാണ്. ട്രിവാൻഡ്രത്തുള്ളൊരു റൈറ്ററാണ് അദ്ദേഹം, ഒരു ബുക്ക് എഴുതുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛനെ പറ്റിയിട്ടാണ് അദ്ദേഹം ബുക്ക് എഴുതുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് നിർബന്ധം അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കയ്യക്ഷരത്തിൽ ആ ബുക്ക് ഇറങ്ങണം. അപ്പം അദ്ദേഹത്തിൻ്റെ ഡയറി അയച്ചു തന്നു ഞങ്ങൾക്ക്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഡയറി അയച്ചു തന്നു. അതിലുള്ള അക്ഷരങ്ങളൊക്കെ ഞങ്ങൾ വരച്ചെടുത്തു, അതൊരു ഫോണ്ടാക്കി കൊടുത്തു. അപ്പം ഇനിയൊരു 1-2 ഇയേഴ്സിനുള്ളിൽ പുള്ളിക്കാരൻ്റെ ബുക്കൊക്കെ അവർ ഇറങ്ങുമെന്നാണ് പറഞ്ഞത്. അപ്പം അതുമാത്രമല്ല അതിലൂടെ പുള്ളിക്കാരൻ കിട്ടിയ ഒരു ഫീലിങ്സ്, അതായത് സത്യം അത് വേറെ എവിടെ കിട്ടില്ല. അതാണ് ഈ ഒരു ഫോണ്ടിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞത്. അത് ഇമോഷനായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ് ഫോണ്ട്. അപ്പോൾ ഒന്നുമില്ല, നമ്മൾ ഈ പറയുന്ന മൈക്കും കാണുന്ന വാച്ചും എടുക്കുന്ന ഫോണും ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഏറ്റവും പവർഫുൾ ടൂൾ എന്ന് പറയാൻ ഫോണ്ട് തന്നെ പറയാം. അത് നമ്മളൊരു ബ്രാൻഡിന് വേണ്ടി ഒരു പർട്ടിക്കുലറായിട്ട് കസ്റ്റം ചെയ്ത് ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയും.
ഓക്കെ, ഓക്കെ. അത് നമ്മൾ എന്ത് കാര്യത്തിലാണെങ്കിലും നിങ്ങൾ സ്ഥിരമായിട്ട് ഒരു ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഓക്കെ. നിങ്ങൾക്ക് അതിനനുസരിച്ച് ഐഡൻറ്റിറ്റി ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഉം. അതേപോലെ തന്നെ ഒരു ഫോണ്ട് ഉണ്ടാവും. ഓക്കെ, കൺസിസ്റ്റൻസ് ആയിട്ട് നിങ്ങൾ ഒരു ഫോണ്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ബെനിഫിറ്റ് ഉണ്ടാവും. ഓക്കെ. ഇപ്പോൾ ഞാൻ നമ്മളെ കുറേ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ വളരെ ലിപ്ടൺ അറിയില്ലേ, ലിപ്ടൺ നമ്മളെ ഗ്രീൻ ടീ ഒക്കെ ഗ്രീൻ ടീ. അതെ. അവരുടെ പാക്കേജ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിലേക്കുള്ള ഫോണ്ട് അവർ കസ്റ്റമായിട്ട് ബിൽഡ് ചെയ്തൊരു ഫോണ്ടാണ്. ഓക്കെ, ഓക്കെ. അതായത് ഈ ഫുഡ് ഇൻഡസ്ട്രിയിലാണ് അധികം കസ്റ്റം ഫോണ്ടുകൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് വേണമെന്ന് പറയാം. ഒരു പാക്കേജിലേക്ക് ഒരു കൺസിസ്റ്റൻസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ഫോണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് എവിടെ നിന്നും അവരെ പാക്കേജ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ആ ബ്രാൻഡ് റിക്കോൾ കിട്ടും. അതെ, അത് മാത്രമല്ല ഇനിയിപ്പോൾ ഒരു ബ്രാൻഡ് ആണെങ്കിൽ കൂടെ തന്നെ ഇപ്പം നിങ്ങളെ ബ്രാൻഡിന് വേണ്ടി ഒരു ഫോണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തു, ആ ഫോണ്ടിനെയാണ് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ഉപയോഗിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫീച്ചറിൽ അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് ഉണ്ടാവും. നമ്മൾ ഈ കളർ യൂസ് ചെയ്യുന്നുണ്ട്, കളർ തിയറിക്ക് അതേപോലെ തന്നെയാണ് ഫോണ്ടും. പക്ഷെ അങ്ങനെ ആരും ഇവിടെ യൂസ് ചെയ്യുന്നില്ല. പുറത്ത് ഒരുപാട് കമ്പനികളുണ്ട്. നെറ്റ്ഫ്ലിക്സ് ഒരു ബ്രാൻഡ് ഫോണ്ട് ഉണ്ട്. അതേപോലെ തന്നെ ഒരുപാട് കമ്പനികൾക്ക് ബ്രാൻഡ് ഫോണ്ടുകളുണ്ട്. ഓക്കെ, ഓക്കെ, ഓക്കെ. അപ്പോൾ ബ്രാൻഡ് ഫോണ്ട് ഇതിൽ ബ്രാൻഡുകൾക്ക് മാത്രമല്ല കേട്ടോ ഉണ്ടാക്കുക. ഒരു ഇവൻറ്റ് വരാനിരിക്കുക, ആ ഇവൻറ്റുകൾക്ക് ബ്രാൻഡ് ഫോണ്ട് ബിൽഡ് ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഖത്തർ വേൾഡ് കപ്പ് ഇല്ലേ 2022 നടന്നേ, ഓക്കെ, ഓക്കെ. ആ സമയത്ത് ഉണ്ടാക്കിയ നമ്മളിപ്പോൾ ആ ഖത്തറിൻ്റെ ലോഗോ എടുത്ത് നോക്കിയാൽ വേൾഡ് ലോഗോ അതിൽ ആ കൊടുത്തിരിക്കുന്ന ഫോണ്ട് ടൈപ്പ് അത് ഫോണ്ടാണ്. ഓക്കെ, ഓക്കെ. അതാർക്കും നമ്മുടെ നാട്ടിലുള്ള ഇപ്പോഴും ഞങ്ങൾ നോക്കിയപ്പോൾ ഖത്തർ ടീ എന്ന് പറഞ്ഞിട്ടൊരു ചായക്കട അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫോണ്ട് ഖത്തർ വേൾഡ് കപ്പിനെ അവർ കസ്റ്റമായിട്ട് ബിൽഡ് ചെയ്തൊരു ഫോണ്ടാണ്. അത് ഇവന്റ് കഴിഞ്ഞപ്പോൾ അവർ പബ്ലിഷ് ആയിട്ട് കൊടുത്തുന്നുള്ളൂ. പക്ഷേ ആ ഇവന്റ് സക്സസ് ആക്കാൻ വേണ്ടി അവരുണ്ടാക്കിയത് ആ ഇവന്റ് വേണ്ടി മാത്രമായിട്ടൊരു ഫോണ്ടാണ്. അപ്പോൾ അവിടെ ഉണ്ടായ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ കൺസിസ്റ്റൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. അതായത് ആ ഇവന്റിന് മാത്രമായിട്ടൊരു പർട്ടിക്കുലർ ഐഡന്റിറ്റി അവർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. അതാണ് ഒരു ഇവൻ്റ് ആണെങ്കിൽ എല്ലാ തരത്തിലും ഒരു ബ്രാൻഡ് ഒരു ഇവൻ്റ് എങ്ങനത്തെ ഫംഗ്ഷൻ എന്ത് വരികയാണെങ്കിലും നമുക്കൊരു കസ്റ്റം ഫോണ്ട് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഓക്കെ. ഇപ്പോൾ ഈ കാലിഗ്രാഫിയും ടൈപ്പോഗ്രാഫിയും ഫോണ്ടൊക്കെ ഡിഫറെൻ്റ് ആണോ? അത് എന്തെങ്കിലും റിലേഷൻ? എല്ലാം കണക്റ്റഡ് ആണ്. പക്ഷേ നമുക്കെന്ന് വെച്ചാൽ കാലിഗ്രാഫി എന്ന് പറയുന്നതും അതേപോലെ ടൈപ്പോഗ്രാഫി എന്ന് പറയുന്നതൊക്കെ ഇപ്പം നമ്മളെ ഭട്ടതിരി സാറ് പുള്ളിക്കാരൊക്കെ പറഞ്ഞേക്കാം രാവിലെ പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് എല്ലാ ദിവസവും പുള്ളിക്കാരൻ പ്രാക്ടീസ് ചെയ്യുന്നു. ഓക്കെ. പുള്ളിക്കാരൻ്റെ ആ കാലിഗ്രാഫി പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സാധനങ്ങളാണ്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അതും കയ്യാലെ വരച്ചും ഒക്കെ നമ്മൾ ഫോണിൽ നിന്ന് കുറച്ച് ഡിജിറ്റലൈസറാണ്. അതേപോലെ വരയ്ക്കാന്ന് പറഞ്ഞത് അത് മാനുവലി എന്നുള്ളത് അത് വൺ ടൈമാണ്, തെറ്റി കഴിഞ്ഞ് എന്നുള്ളതാണ്. പക്ഷെ ഇത് പ്രാക്ടീസാണ് മെയിനായിട്ടുള്ളത്. അപ്പം ഫോണ്ട് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡിജിറ്റലൈസറാണ്. കാലിഗ്രാഫി എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി ഡിജിറ്റലായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. കുറച്ച് മാനുവലായിട്ട് കുറച്ചുകൂടി കണക്ട് ആയിട്ടുള്ള സംഭവം. ഇപ്പോൾ ഞാൻ കുറേ ബ്രാൻഡുകളുടെ തന്നെ ഈ മലയാളം ഫോണ്ടുകൾ അവരെഴുതുമ്പോൾ കറക്റ്റ് ആ ഒരു പ്രൊനൗൺസിയേഷൻ കിട്ടാതെ വരുന്നുണ്ട്. അത് ഈ ഫോണ്ടിൻ്റെ പ്രശ്നമായിരിക്കും അല്ലേ അവർക്ക്? അതെ, ആക്ച്വലി എന്ന് വെച്ചാൽ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അന്ന് ഞാൻ എഴുതി കണ്ടിരുന്നേ, ഈ ബോർഡൊക്കെ വെക്കുമ്പോൾ നമ്മൾ വായിക്കുമ്പോൾ സ്റ്റാർബക്സിൻ്റെ ഒക്കെ അവർ എഴുതിയത് അത് നമ്മളായിരിക്കില്ല ചെയ്യുന്നുണ്ടായിരിക്കുക, വേറെ എവിടെന്നെങ്കിലും ആയിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. ആ ഡിസൈനൊക്കെ അവർ പ്രിൻ്റ് എടുത്തോടെ വയ്ക്കുന്നുള്ളൂ. ഓക്കെ. അതായിരിക്കും എൻ്റെ പ്രശ്നം. സ്റ്റുഡിയോൻ്റെ ഏതോ അതിൻ്റെയൊക്കെ കാണാം അക്ഷരങ്ങൾ മര്യാദയ്ക്ക് അങ്ങനെയല്ല മലയാളത്തിൽ എഴുതേണ്ടതെന്ന് പോലും അവർക്ക് അറിയില്ല. ഓക്കെ. അവർക്ക് പ്രോപ്പർ ഒരു ഫോണ്ട് മലയാളം ഫോണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലം സോൾവ് ആവും. ആക്ച്വലി അങ്ങനെ ബിൽഡ് ചെയ്യണമെന്നാണ് പറയണേ. ഒരു റിലാക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അത് പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു ഇപ്പം മലയാളത്തിലൊരു ഫോൺ അവരുടേതായിട്ടുള്ള ടൈപ്പോഗ്രാഫി അവർ ബിൽഡ് ചെയ്യണം. എന്നാൽ അവർക്ക് കുറച്ചുകൂടി ഇപ്പം ട്രെൻഡ്സിന് ഒരിക്കലും ആ ട്രെൻഡ്സ് എന്നുള്ള രീതിയിലുള്ള ഒരു ഫോണ്ട് ഇല്ലല്ലോ. അവർ സാധാ വേറെ ഏതെങ്കിലും നമ്മുടെ മലയാളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള റീഡബിലിറ്റി കൂടുന്ന ഉള്ള ഒരു ഫോണ്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ വേറെ തരത്തിലും ഇതിനെ കാണുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ വിസിബിലിറ്റി ഫോണ്ടായിട്ട് ഇതിനെ യൂസ് ചെയ്യുന്നുണ്ട് ചില ബ്രാൻഡുകൾ. അവർ ലോഗോ ഉണ്ടായിരിക്കും, പക്ഷെ അവർക്ക് പർട്ടിക്കുലർ ആയിട്ട് ബോർഡിലേക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ അവർ ഈ സെപ്പറേറ്റ് ഈ ഫോണ്ട് മാത്രം യൂസ് ചെയ്യുന്ന രീതിയും കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ഓക്കെ. അപ്പം അതുകൊണ്ടായിരിക്കാം ആ ഒരു വരുന്നത്. അക്ഷരത്തെറ്റ് എന്നൊക്കെ ഒരുപാടില്ലേ, അക്ഷരത്തെറ്റ് കാണാറുണ്ട്. അത് ചെയ്യുന്ന ആൾക്ക് നമ്മളെ സ്റ്റുഡിയോൻ്റെ ആണോ ഇതിൻ്റെ ആണല്ല ഇതിൻ്റെ കണ്ടത് ടാറ്റ കമ്പനി എന്നുള്ളത് ടാറ്റ പ്രൊഡക്റ്റ് അങ്ങനത്തെ ഒരു കമ്പനിയാണ്. അതിൽ എക്ക് ഒരു ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതായത് അവിടെ അവർ ഈ ഡിസൈൻ ചെയ്ത വ്യക്തിക്ക് ഇതിനെപ്പറ്റി മലയാളത്തിനെ പറ്റി അറിയില്ലാത്തതുകൊണ്ടാണത്. ഓക്കെ, 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 മനസ്സിലായി. ടാറ്റ കമ്പനിന്ന് പകരം ടാറ്റ കമ്പനി അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതെ, 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 അതിൻ്റെ ഒരു ഇത്. പിന്നെ നേരത്തെ ഈ ബ്രാൻഡ് ബുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ പ്രോപ്പറായിട്ട് എങ്ങനെയായിരിക്കും ഒരു ബ്രാൻഡ് ബുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്?
ഈ ബ്രാൻഡ് ബുക്ക് എന്ന് പറയുന്നത് ഉം. ഒരു ബ്രാൻഡിൻ്റെ ഒരു എന്താ പറയുക, നമ്മളെ മനുഷ്യന്മാരെ പറ്റി ജാതകം എന്ന് വേണം പറയാം. ഓക്കെ. അതെ. അതേപോലെ തന്നെയാണ് ബ്രാൻഡ് ബുക്കിൽ നമ്മൾ വിശേഷിപ്പിക്കേണ്ടത്. എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഹിസ്റ്ററി അതിലുണ്ടാവും. ഉം, ഉം, ഉം. ഈ ബ്രാൻഡ് എങ്ങനെ യൂസ് ചെയ്യണം, എന്താണ് ഈ ബ്രാൻഡ്. നമ്മളിതിപ്പം ബ്രാൻഡ് ബുക്ക് എന്തിനാ ആക്ച്വലി ബിൽഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രാൻഡിന് ഇപ്പം മേ ബി ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഒരു വർക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർക്ക് പുറത്ത് നമ്മളിപ്പോൾ എക്സാമ്പിൾ ഒരു ബോർഡിൻ്റെ കാര്യം പറഞ്ഞു, ഇപ്പം നമ്മൾ ട്രെൻഡ്സിൻ്റെ കാര്യം, ഇവരെന്തുകൊണ്ട് അങ്ങനെ യൂസ് ചെയ്യുന്ന അവർക്ക് പ്രോപ്പറായിട്ടുള്ള ബ്രാൻഡ് ബുക്കൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ട്രെൻഡ്സിന് അപ്പോൾ മലയാളത്തിൽ വരുമ്പോൾ എങ്ങനെയാണ് വേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെ വരാൻ പാടില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് മെൻഷൻ ചെയ്യാത്തതുകൊണ്ടാണ് അവർ ഇങ്ങനെ മിസ്യൂസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഓക്കെ, ഓക്കെ. മനസ്സിലായി. നിങ്ങൾക്കൊരു ലോഗോ ഉണ്ട്, ആ ലോഗോ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതിന് ക്ലിയർ സ്പേസ് എന്താണ്, അല്ലെങ്കിൽ ഈ ബ്രാൻഡ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം, അതിനെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യം മനസ്സിലാക്കണം, അതിൻ്റെ കളർ എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ. എന്നാലേ ആ ഇപ്പം ഇപ്പോൾ ബോർഡ് ചെയ്യുന്ന അവർക്ക് ഈ നമ്മൾ ഈ ബ്രാൻഡ് ബുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ക്ലിയർ ആവും. ഇതെങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല, ഇത് ഉപയോഗിക്കേണ്ട ഫോണ്ട് എന്താണ്, അല്ലെങ്കിൽ ഇതിന് ലോക്കൽ ഫോൺ എന്ന് വെച്ചാൽ ഇപ്പം അറബിക് ഫോണ്ടുകളൊക്കെ നമ്മൾ ലോക്കൽ ഫോൺ എന്നുള്ള കാര്യമില്ല എടുത്തത്. അതായത് അവിടുത്തെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് ലോക്കൽ ഫോൺ എന്ന്. അതേപോലെ നമ്മളെ കേരളത്തിലാണെങ്കിൽ മലയാളം ലോക്കൽ ഫോൺ എന്നുള്ള ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്തൊക്കെ ഇതിന് എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഓക്കെ. ഈ ബ്രാൻഡ് ബുക്കിൽ തന്നെ. ബ്രാൻഡ് ബുക്ക് തന്നെ ഇതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഇത് ഒരു ലോഗോ എങ്ങനെ ഒരു പോസ്റ്ററോ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവിൽ എങ്ങനെ അപ്ലൈ ചെയ്യണം. പലരും ഒരു കമ്പനി ചെയ്യുന്ന ഒരു ലോഗോ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ പിന്നീട് ഫ്യൂച്ചറിൽ ഇതൊന്നും ഫോളോ ചെയ്ത് നമ്മൾ കാണാറില്ല. പലയിടങ്ങളിലും പല ബ്രാൻഡുകളും ബ്രാൻഡ് ബുക്കൊക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ പിന്നീട് ഫ്യൂച്ചറിൽ അവരത് ഫോളോ ചെയ്ത് പോകുന്നുണ്ടോ ആ ഏജൻസി നോക്കാറുണ്ടാവില്ല ചിലപ്പം. അതുമാത്രമല്ല ആ കമ്പനിയിലുള്ളവരും നോക്കാറുണ്ടാവില്ല. ഓക്കെ. ശരിക്കും അങ്ങനെയല്ല വേണ്ടത്. ഓക്കെ. നമ്മൾ എന്തിനാണ് ഈ ബ്രാൻഡ് ബുക്ക് ഉണ്ടാക്കുന്നത്, അവരുടെ ബ്രാൻഡിന് എങ്ങനെയായിരിക്കണം, ഒരു പ്രോപ്പറായിട്ടുള്ള സ്ട്രക്ചർ ബിൽഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഓരോ സാധനങ്ങൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഒരു ലോഗോയ്ക്ക് ഇത്ര ക്ലിയർ സ്പേസ് എന്നുള്ള കാര്യം നമ്മളത് എന്തുകൊണ്ട് വെക്കുന്നത്, ആ ലോഗോയ്ക്ക് വിസിബിലിറ്റി അത്ര ഉണ്ടാവണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ എല്ലാം ചെയ്ത് കൊടുത്ത് പിന്നീട് ഒരു വർഷമൊക്കെ പ്രോപ്പറായിട്ട് ഓടി രണ്ടാമത്തെ വർഷം മുതൽ ചിലപ്പോൾ ലോഗോ വലിച്ചൊക്കെ വെക്കുന്നുണ്ടായിരിക്കാം, തിരിച്ചു വെക്കുന്നുണ്ടായിരിക്കാം, കളർ മാറ്റി പല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇതൊക്കെ ഒരു ബ്രാൻഡ് ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യാതെ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. ചില ടൈമിൽ ഈ ബ്രാൻഡ് ഗൈഡ് ലൈൻസ് നമ്മൾ ക്രിയേറ്റീവ് വർക്കിന് ഒരു ഇഷ്യൂ ആയി വരാറില്ലേ? അതെന്താണെന്നറിയോ, ഈ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് അധികം കളറിലൊക്കെ ആയിരിക്കും ഈ ഒരു പ്രശ്നം വരുന്നുണ്ടായിരിക്കും. അതെ, കളറും പ്ലേസ്മെന്റ്സ്. അതെന്തുകൊണ്ടാ വെച്ചാൽ നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഒരു മൾട്ടി കളർ ലോഗോസോ അല്ലെങ്കിൽ കാര്യങ്ങൾ വരുന്ന സമയത്ത് തന്നെ റിവേഴ്സ് കളറും ഒരു ലോഗോയ്ക്ക് ഒരു കളർ മാത്രമല്ല, നമ്മളതിൻ്റെ റിവേഴ്സ് ആയിട്ട് കളേഴ്സും സെക്കൻഡറി കളേഴ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ഓക്കെ, ഓക്കെ. അപ്പോൾ അതേപോലെ ലോഗോയ്ക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബ്ലാക്കിലേക്ക് ഒരു പിങ്ക് കളർ അല്ലെങ്കിൽ ബ്രൗൺ കളർ ഒരിക്കലും റീഡബിലിറ്റി കിട്ടില്ല. അത് നമ്മൾ വൈറ്റ് കളർ യൂസ് ചെയ്യണം, അത് ബ്രാൻഡ് ഗൈഡ് ലൈനിൽ നമ്മൾ മെൻഷൻ ചെയ്യണം. ഓക്കെ, ഓക്കെ, ഓക്കെ. അതങ്ങനെയാണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് അത് മെൻഷൻ ചെയ്യണം. പ്രശ്നങ്ങളാണ്. അതെ, അതെ, അതെ. ആക്ച്വലി നമ്മളിവിടെ ഉള്ള കുഴപ്പമില്ലാത്ത കമ്പനികൾ മാത്രമാണ് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് ബ്രാൻഡ് ഗൈഡ് ലൈനൊക്കെ ചെയ്ത് കൊടുത്തു പോകുന്നത്. ഓക്കെ, ഓക്കെ, ഓക്കെ. പക്ഷേ ഈ പല കമ്പനികളും അതിന് ഫോളോ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ബുക്കിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം സിമ്പിളായിട്ട് പറയാം. ബ്രാൻഡ് ബുക്കിൽ A to Z അതിൽ എന്താണ് ആ ബ്രാൻഡ് എന്നുള്ളതിൻ്റെ ഫസ്റ്റ് ബോട്ട് കാര്യങ്ങളുണ്ടാവും. പിന്നെ വിഷൻ പിന്നെ എങ്ങനെയാ ലോഗോ, അതിൻ്റെ ക്ലിയർ സ്പേസ്, പിന്നെ ബ്രാൻഡ് അതിൻ്റെ കളറ്, അതിൻ്റെ പ്രൈമറി കളറ്, സെക്കൻഡറി കളറ്, അതേപോലെ തന്നെ നമ്മളെ ഫോണ്ട്, പ്രൈമറി ഫോണ്ട്, സെക്കൻഡറി ഫോണ്ട്, പ്രൈമറി ഫോണ്ട് എന്ന് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ബ്രാൻഡ് ഒരു ഫോണ്ട് കൊണ്ട് മാത്രം അവർ ഫുൾഫിൽ ആവില്ല, ചിലപ്പോൾ 2 ഫോണ്ട് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിൽ ചൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ക്ലിയർ സ്പേസ്, ഈ ഫോൺ എങ്ങനെ ക്ലിയർ സ്പേസ് വേണം. പിന്നെ അതേപോലെ തന്നെ ഇമാജിനറി എന്ന് പറഞ്ഞാൽ ആ ഒരു ബ്രാൻഡിൻ്റെ ഒരു ഇമേജ് ഫീൽ എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ പാക്കേജിങ് ഉണ്ടാകുന്ന സമയത്ത് ഐക്കൺസ് എങ്ങനെയായിരിക്കണം, അങ്ങനെ ഒരുപാട് അതിൽ ഡീറ്റെയിൽ ബ്രാൻഡിങ് എന്നുള്ള ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് വരും. വെഹിക്കിൾ എങ്ങനെയായിരിക്കണം, ഒരുപാട് സെക്ഷൻസ് ആഡ് ചെയ്യാം. ബേസിക് ആയിട്ടുള്ള കാര്യം ഇത്രയും കാര്യങ്ങൾ അതിൽ എന്തായാലും ഉണ്ടാവും. ഓക്കെ, ഓക്കെ, ഓക്കെ. നമ്മളിപ്പോൾ ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യുമ്പോഴും മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു ബ്രാൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു പേര് ചൂസ് ചെയ്യാന്ന് വെച്ചോളൂ. ഓക്കെ. ഇപ്പം ആ പേരിൽ ഉണ്ടായിരിക്കണം ആ ബ്രാൻഡ് ഒരുപാട് മനുഷ്യരെ കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിലുള്ള പേരുകൾ ഒരിക്കലും നമ്മളെ ബ്രാൻഡിനെ ചൂസ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ആയിരിക്കണം ആ ലോഗോയ്ക്കും. ഓക്കെ, ഓക്കെ. നമുക്ക് ആൾക്കാർ പെട്ടെന്ന് കൺവേ ആവണം സാധനം എന്താണെന്നുള്ളതും മറ്റൊരു ബ്രാൻഡിനോട് സിമിലാരിറ്റി തോന്നുന്നു ചെയ്യരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
ഒരു ബ്രാൻഡിനോട് സിമിലാരിറ്റിയുള്ള ലോഗോസ് ഒരു കാരണവശാലും നമ്മൾ ചൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ 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 പിന്നെ നമ്മളെ ബ്രാൻഡിനോട് നമ്മളെ വിഷൻ അത് കൺവേ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. നമ്മളിപ്പോൾ ഈ ലോഗോ ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ സിമിലാരിറ്റി ഉണ്ടോ എന്നൊക്കെ എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് ചിലതൊക്കെ ഗൂഗിളിൽ ചെക്ക് ചെയ്യാറുണ്ട്. ഓക്കെ ഓക്കെ പിന്നെ എക്സാക്റ്റ് സിമിലാരിറ്റി ഉള്ള സാധനങ്ങൾ നമ്മൾ ഗൂഗിളിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ എന്ത് ചെയ്താലും സിമിലാരിറ്റി നമുക്ക് തോന്നും. ഓക്കെ 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 പക്ഷേ മാക്സിമം നമ്മൾ അതിന് ഡിഫറെൻ്റ് ആക്കാൻ നോക്കുന്നതാണ്. നമ്മളെ തോട്ടാണ്. നിങ്ങളൊരു സാധനം ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് എന്നുള്ളത് പറയാൻ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവണം. ഓക്കെ 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 മനസ്സിലായി. ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി മറ്റേ കല്യാണിൻ്റെ ഒരു ഇഷ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ വന്നതായിരിക്കാം. മേ ബി ആവാം. ഓക്കെ 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 മനസ്സിലായി. ഓക്കെ. പിന്നെ ചോദിക്കാനുള്ളത്, നമ്മളിപ്പോൾ ഈ ഒരു ക്രിയേറ്റീവ് ബ്ലോക്ക് വരാറുണ്ട് ഈ ഡിസൈനേഴ്സിന്. ആ ടൈമിൽ എങ്ങനെയായിരിക്കും സോൾവ് ചെയ്തത്? ക്രിയേറ്റീവ് ബ്ലോക്ക് ആക്ച്വലി ഞാൻ പറയുന്നത് എന്താണെന്ന് അറിയോ? ക്രിയേറ്റീവ് ബ്ലോക്ക് ആക്ച്വലി ഒരിക്കലും നമുക്ക് വരാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ വെച്ചാൽ വരാതിരിക്കാനല്ല, പക്ഷേ അങ്ങനെ വരുന്ന സമയത്ത് ഒന്ന് സ്റ്റക്ക് ആവുന്ന സമയത്ത് ഒരു വർക്ക് ചെയ്യണം. ആ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ സ്റ്റക്കായിപ്പോയി, ഓക്കെ എനിക്കത് ചെയ്യാൻ കിട്ടുന്നില്ല. ഒന്ന് ആ ഒരു പ്രോപ്പറായിട്ട് റെഫറൻസ്, ഒരു വർക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പ്രോപ്പർ റെഫറൻസ് എടുക്കണം എന്നാണ്. ഓക്കെ അറ്റ്ലീസ്റ്റ് ഒരു 3 hours നമുക്ക് വർക്കിന് സ്പെൻഡ് ചെയ്ത് ഒരു വർക്ക് ചെയ്യാൻ തന്നെങ്കിൽ ഒരു 1 hour മസ്റ്റായിട്ട് നമ്മൾ റെഫറൻസിന് എടുക്കാം. എന്നിട്ട് ആ റെഫറൻസ് വേണ്ട ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കളക്ട് ചെയ്യാം. എന്നാൽ ബാക്കി അല്ലെങ്കിൽ 2 hours നമ്മൾ റെഫറൻസ് എടുത്താലും 1 hour വർക്കിന് എടുത്താലും പ്രോപ്പറായിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് കൊടുക്കാൻ പറ്റും. ഒരിക്കലും സ്റ്റക്ക് ആവില്ല നമ്മൾ. ഓക്കെ 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 പിന്നെ അത്രയും വലിയ ഹെവി ആയിട്ടുള്ള ക്യാമ്പയിൻസ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തൊക്കെ നമ്മൾ ഒരുപാട് എന്തായാലും റിസർച്ച് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ആ സമയത്ത് സ്റ്റക്കാവും. ആ സമയത്തൊക്കെ നമ്മൾ മൈൻഡ് മാക്സിമം റിലാക്സ് ചെയ്യുക, അതിന് മൊത്തത്തിലൊന്ന് മാറി നിന്ന് വേറെ രീതിയിൽ മാറുക, പിന്നെയും തിരിച്ചു വരിക എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ പ്രണവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫോണ്ട് ഏതാ? എനിക്ക് പോപ്പിൻസ് എനിക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ടാണ്. ഓക്കെ പിന്നെ അതേപോലെ തന്നെ ലീല എന്നുള്ളൊരു ഫോണ്ടുണ്ട് മലയാളത്തിലുള്ള. ഓക്കെ ഓക്കെ അതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ഫോണ്ടാണ്. പ്രണവ് ക്രിയേറ്റ് ചെയ്തതിൽ എനിക്ക് ശ്വാസം പിന്നെ മലബാർ എനിക്ക് കുറച്ചുകൂടി ഓക്കെ ഓക്കെ കണക്റ്റ് ആയിട്ടുള്ള ഫോണ്ട്. അത് ഞങ്ങളൊരു റിസർച്ചിൻ്റെ ഒക്കെ ഭാഗമായിട്ട് കൂടെ ഉണ്ടാക്കിയൊരു ഫോണ്ടാണ്. മറ്റുള്ള ഫോണ്ടുകളിൽ നിന്നും കുറച്ചുകൂടി അതിന് എഫേർട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ എന്താ വെച്ചാൽ ഒരു വേരിയബിൾ ഫോണ്ടാണ് മലബാർ എന്നുള്ളത്. അത് മലയാളത്തിൽ വളരെ കുറവാണ് വേരിയബിൾ ഫോൺസൊക്കെ. ഓക്കെ ഓക്കെ അപ്പം അങ്ങനത്തെ ഫോണ്ടുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൊരു പാട് കുറച്ചുണ്ട്. അപ്പം അത് കുറച്ചുകൂടി ഫേവറേറ്റാണ്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള റിസൾട്ട് അതിലുണ്ട്. ഒരു മലബാർ യൂസ് ചെയ്തവർക്ക് അറിയാം, മലബാർ ഫോണ്ട് യൂസ് ചെയ്തവർക്ക് അറിയാം. ഇപ്പം കേരള ഗവൺമെൻറ് ഓൾമോസ്റ്റ് ഹോർഡിങ്സിലൊക്കെ ഇപ്പം നിലവിലുള്ള ഹോർഡിങ്സിലൊക്കെ മലബാറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡിസൈനിങ് പാഷനായിട്ട് വരുന്ന കുട്ടികളുണ്ട്, അവർ എങ്ങനെ ഇത് പഠിച്ചു തുടങ്ങണം? ആക്ച്വലി എൻ്റെ അടുക്കളയുടെ ബാക്കിൽ ഒരു വൈറ്റ് ചുമരായിരുന്നു. ഓക്കെ. അന്ന് ഞാൻ ഈ ചിത്രം വരയ്ക്കും എൻ്റെ ബാക്കിൽ. അപ്പം റോഡിലൂടെ പോകുന്നവർക്ക് കാണാൻ പറ്റും ബാക്ക്. അപ്പം അതിൻ്റെ ഉള്ളിലാണ് അടുക്കള വരുന്നത്, പുറത്ത് ചുമരിലിങ്ങനെ വരയ്ക്കുക ചെയ്യുക. ഓക്കെ ഓക്കെ. അപ്പം നമുക്ക് അതിനോടൊരു പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് എത്തിപ്പെടുന്നുള്ളതാണ്. ആക്ച്വലി ഞാൻ അന്ന് പറഞ്ഞല്ലോ നാട്ടിൽ പണിക്ക് വേണ്ട സമയത്ത്, അന്നൊക്കെ രാജാറാണി സിനിമയൊക്കെ വന്നൊരു സമയമായിരുന്നു നാട്ടിലെ. അവിടെ ചെന്നൈയിലെത്തിയ സമയത്ത് അന്നൊക്കെ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ID കാർഡ് ഇട്ടിട്ട് ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഓക്കെ. അതൊക്കെ നമ്മളൊരു ഡ്രീം ജോബായിരുന്നു. അപ്പം അവിടേക്ക് എത്തിപ്പെടാൻ നമ്മളെ കൊണ്ട് പറ്റും, ഓട്ടോമാറ്റിക്കലി അവിടെ എത്തി എന്നുള്ളതാണ്. നമ്മളതിന് പരിശ്രമിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. പിന്നെ അതിനുള്ള പാഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠിക്കാൻ എന്തിനാണ് നമ്മൾ ഇത്രയും സോഴ്സ് ഉണ്ട്. ഇപ്പോൾ AI വന്നിട്ട് ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അത്രയും നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളും അവൈലബിൾ ആണ്. പിന്നെ ഒരു നല്ലൊരു മീഡിയ സ്കൂളിൽ നമ്മൾ നോക്കി സെലക്ട് ചെയ്ത് കയറുക എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ അവിടെ നിന്ന് നമ്മളൊരു യൂട്യൂബ് നോക്കി പഠിക്കുന്നതും അല്ലെങ്കിൽ ഓൺലൈൻ പഠിക്കുന്നതും അല്ലാതെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുമ്പോൾ ഒരു ഫീൽ വേറെ തന്നെയാണ്. അത് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കണം. അവിടുന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അതൊരു ടീം വർക്കും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ പഠിക്കാൻ പറ്റും. ഇപ്പോഴത്തെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും നല്ല അടിപൊളി ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. ഒരു ഏജൻസി ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതെ, മേ ബി അവർക്ക് അണ്ടർ തന്നെ വേറെ ഏജൻസികൾ ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള ഏജൻസികളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ തന്നെ ചിലപ്പോൾ ലൈവ് പ്രൊജക്റ്റുകളിൽ ആഡ് ചെയ്തിട്ടും അങ്ങനെ പല രീതിയിലും ഇപ്പോൾ പല ഏജൻസിനെയും കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഏജൻസി പഠിക്കുമ്പം വർക്കിൻ്റെ കൂടെ തന്നെ അവർക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. പഠിത്തത്തിൻ്റെ കൂടെ തന്നെ പല കാര്യങ്ങളും. അതിൽ മെയിനായിട്ട് ഇപ്പം ഒരാളോട് സംസാരിക്കാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഒരു ക്ലയൻറ്റിനോട് സംസാരിക്കാൻ. കമ്മ്യൂണിക്കേഷൻ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. പക്ഷേ അത് നമുക്ക് ഒരു യൂട്യൂബ് നോക്കി പഠിച്ചാലും നമുക്ക് കിട്ടില്ല. അതൊക്കെ എക്സ്പീരിയൻസ് ആണ്, നമ്മൾ മാത്രമാണ്. അപ്പം നാളെ ഞാനൊരു പ്രൊജക്റ്റ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഒരാളെ കാണാൻ പോയി, അയാൾ നമ്മൾ ഇതൊന്നും വേണ്ടെന്ന് ഒറ്റയടിക്ക് കിട്ടും. അതൊരു എക്സ്പീരിയൻസ് ആണ്.
അവിടെ നമ്മൾ പഠിക്കണം പ്രൊജക്ഷൻ എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്നുള്ളത്. അതെ അപ്പോൾ നെക്സ്റ്റ് ടൈം ഒരിക്കലും നമ്മൾ അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് വരുത്തില്ല. അപ്പോൾ ഇതിനൊക്കെ സംസാരിക്കാൻ പറ്റും. ഇപ്പോൾ ഏജൻസികൾ എങ്ങനെയാ അറിയോ, ലൈവ് പ്രൊജക്റ്റുകൾ അവിടെ ക്ലയൻറ്റിനായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്ന രീതിയിലൊക്കെ പല ഏജൻസികളുണ്ട്. അതെ 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 ക്ലയൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് തന്നെ അത് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ഇനിയുള്ള കാലഘട്ടത്തിൽ ഒരു മുഖത്ത് നോക്കി സംസാരിക്കാൻ മടിയുള്ള എത്ര പേരുണ്ടെന്ന് പറയും. അതെ അത് ആദ്യം പറഞ്ഞാൽ അതൊരു കംഫർട്ട് സോണാണ്, അത് ബ്രേക്ക് ചെയ്യാണ്ട് രക്ഷപ്പെടില്ല. ഇപ്പം ഞാനൊന്നും ക്യാമറ പോലും നോക്കാത്ത ഒരാളായിരുന്നു, അതെ വീഡിയോ പോലും ഞാൻ ചെയ്യില്ല. പക്ഷെ പിന്നെ മടി, നമുക്ക് തെറ്റിപ്പോവോ അതെ അല്ലെങ്കിൽ ശരിയാവുമോ എന്നുള്ളൊരു പേടിയായിരുന്നു. അത് നമ്മുടെ ഉള്ളിലുള്ളൊരു കംഫർട്ട് സോൺ. അത് ബ്രേക്ക് ചെയ്തതാണ്. നമ്മൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല, അതെ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരാളെ കുറ്റം പറയുന്നില്ല, നമുക്കറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ധൈര്യത്തോടെ നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അത് പഠിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ ഏജൻസി പഠിക്കുകയാണെങ്കിൽ തന്നെ ധൈര്യത്തോടെ നിങ്ങൾ മുന്നോട്ട് പോവുക, പ്രാക്ടീസ് ചെയ്യുക. സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരു ഏജൻസി പഠിക്കാൻ മാത്രം അവിടുന്ന് കിട്ടുന്ന കാര്യങ്ങൾ വെച്ച് ഡിഫറെൻറ്റ് മെത്തേഡിൽ നമ്മൾ ട്രൈ ചെയ്യണം. ഒന്നിപ്പോൾ പഠിപ്പിക്കുന്നത് ചിലപ്പോൾ ഒരു ക്ലിപ്പിംഗ് മാസ്ക് ആയിരിക്കാം. ആ ക്ലിപ്പിംഗ് മാസ്കിനെ പറ്റിയിട്ട് നമ്മൾ ഫോട്ടോഷോപ്പിൽ ക്ലിപ്പിംഗ് മാസ്ക് അത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, പല മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. ഒരു കളർ മാത്രം ഒരു ഷേപ്പിലേക്ക് ഫില്ല് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ക്ലിപ്പിംഗ് മാസ്ക് എന്ന് പറയുന്നത്. അതൊരു ഇമേജ് ഫില്ല് ചെയ്യാൻ പറ്റും. നമ്മളെ ഈ ഫിലിം പോസ്റ്റേഴ്സിലൊക്കെ കുറേ യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് ക്ലിപ്പിംഗ് മാസ്ക് എന്നൊക്കെ. അത് പല രീതിയിൽ ഉപയോഗിക്കുന്നതനുസരിച്ച് അതിൻ്റെ മെത്തേഡ് മാറും, അതിൻ്റെ കളർ ടോൺ മാറ്റി കൊടുത്താൽ വേറെ ഫീലാണ് ഉണ്ടാവുക. അത് എങ്ങനെ യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഈ പഠിപ്പിക്കുന്ന മാത്രം നോക്കി നിൽക്കാതെ നമ്മൾ സെൽഫ് ഇനിഷ്യേറ്റീവ് അത് വേണം, അത് മസ്റ്റാണ്. ഒബ്സർവേഷൻ എന്ന സംഭവം ഉണ്ടല്ലോ, അതായത് നമ്മളൊരു സാധനം കണ്ടു കഴിഞ്ഞാൽ അതിന് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളത്. അതെ ഇപ്പോൾ പഠിക്കാൻ കുട്ടികൾക്ക് വെച്ചാൽ ഭയങ്കര ഒരുപാട് കാര്യങ്ങൾ അവരുടേതായിട്ടുള്ള ഐഡൻറ്റിറ്റി കൊണ്ടുവരാൻ പറ്റിയ സംഭവമാണ്. ഒരു ഇമേജിന് ഞാനൊക്കെ ഒരു ലോ ക്വാളിറ്റി ഇമേജൊക്കെ എടുത്തിട്ട് ട്രൈ ചെയ്യുന്ന ഫിലിം പോസ്റ്റർ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഞാൻ ഫാൻ മെയ്ഡ് കുറേ ഉണ്ടാക്കുന്ന സമയമായിരുന്നു. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല, ഉണ്ട്. അതെ ഒന്നുകൊണ്ട് പഠിക്കണം, ഒരു ഫേസ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ആ ക്യാരക്ടറിനെ എങ്ങനെ വേണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതെ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടാണ്, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ കുറേ ഫിലിം പോസ്റ്റേഴ്സ് ആസിഫ് അലിയുടെ ഒക്കെ മോസ്റ്റ്ലി ഞാൻ ചെയ്തിട്ടുള്ളത്, ഒരുപാട് പോസ്റ്റേഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞാൽ ഗൂഗിളിൽ നിന്ന് കിട്ടുന്ന ലോ ക്വാളിറ്റി ഇമേജ് വെച്ചിട്ട് നമ്മൾ അതിനെ കട്ട് ചെയ്ത് സ്മഡ്ജ് ചെയ്തും അതിനെ വീണ്ടും കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഡിജിറ്റൽ പെയിൻറ്റിങ് ചെയ്തിട്ടൊക്കെ ക്വാളിറ്റി കൂട്ടിയിട്ടൊക്കെ നമ്മൾ അതിനെ ഉപയോഗിക്കാറ്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ചെറിയൊരു ഫേസ് മതി, ഏത് ഡ്രസ്സ് ഇടണം, ഏത് കളറ് വേണം, ബാക്ക്ഗ്രൗണ്ട് എന്ത് വേണം, എല്ലാം നമുക്ക് പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും. പിന്നെ എന്തിനു പേടിക്കുന്നത്, അത് അവർക്ക് ഇത്രയും പഠിക്കാനുള്ള വർക്ക് ഫ്ലോ ഈസിയായി. അതെ പഠിക്കാനുള്ളതും അവർക്ക് ലേൺ ചെയ്യാനുള്ളതും അവരുടേതായ ഒരുപാട് റിസോഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ പഠിക്കണ അവരെ ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് ഈ ഇനിഷ്യൽ ഫസ്റ്റ് 3 ഇയർ എങ്ങനെ നമ്മുടെ കരിയർ സെറ്റാക്കണം? ഞാൻ പറയുന്നു 100% 100% ഒരു ഏജൻസിയിൽ കയറുക എന്നുള്ളതാണ്. ഓക്കെ ഈ പലരും ഞാൻ കണ്ടിട്ട് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ ഫ്രീലാൻസ് വർക്കിങ്ങും അതേപോലെ അവർ സ്വന്തം സ്റ്റാർട്ടപ്പ് തുടങ്ങുക, അങ്ങനത്തെ അതൊക്കെ മാറ്റി വെക്കുക. ഒരു ഏജൻസിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് എന്നുള്ളത് വേറെ തന്നെയാണ്. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ ക്യാപ്പിയിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്, അവിടെ മാധ്യമം അവിടുത്തെ ക്ലയൻറ്റാണ്. ഓക്കെ അപ്പം അവിടുത്തെ ഒരു 18:3 ആഡിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അപ്പം തോന്നിയൊരു ഐഡിയ ആണ്. അജീഷാണ് അവിടുത്തെ കോപ്പി റൈറ്റർ. ഓക്കെ അപ്പോൾ അവനവിടുന്ന് കോപ്പി എഴുതി. അപ്പം ഞാൻ കണ്ടന്റ് ഞങ്ങൾക്ക് വന്നു, ഞാൻ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഒരു പൊതിച്ചോറാണ് അതിൻ്റെ കോൺസെപ്റ്റ്. ഓക്കെ അപ്പം ആ ആഡിന് വേണ്ടിയിട്ട് ഞങ്ങൾ എങ്ങനെ ഇപ്പം ഇത് ചെയ്യുക, അപ്പം അവിടെ ഞങ്ങൾ അജീഷ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പം എന്നാൽ നമുക്ക് ചെയ്യാം, ഒരു പൊതിച്ചോറ് പെട്ടെന്ന് ഫോട്ടോഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ പൊതിച്ചോറില്ലല്ലോ, അപ്പോൾ അവിടെ വേക്കം മൂടി വെച്ചൊരു തുണിയുണ്ട്, അത് മടക്കി പൊതിച്ചോറ് പോലെ ആക്കി, അതിൻ്റെ ഉള്ളിലെ ചോറ് പോലെ ആക്കി. മനസ്സിലായി. എന്നിട്ട് അതിൻ്റെ മുകളിൽ പേപ്പർ വെച്ചു. അപ്പോൾ അവിടെ മോഷൻ ഗ്രാഫിക് ഡിസൈനറായ ഷഫ്നാസ് എണീച്ചു വന്നു. അപ്പോൾ പറഞ്ഞു ഞാൻ ഷൂട്ട് ചെയ്ത് തരാറുണ്ട്. ഓക്കെ അപ്പോൾ പൊതിഞ്ഞിട്ട് റെഡി ആവുന്നില്ല. അവിടുത്തെ ക്രിയേറ്റീവ് ഡയറക്ടർ മനോഹർ സാറുണ്ട്. എന്തോടെ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ വന്നിട്ട് ഇങ്ങനെയാണ് മടക്കേണ്ടത് പറഞ്ഞിട്ട് കുറേ പുള്ളിക്കാരൻ മടക്കി അതൊരു സെറ്റാക്കി. ഷഫ്നാസ് ഷൂട്ട് ചെയ്തു, അജീഷ് കോപ്പി ചെയ്ത്, മനോഹർ സാറ് പൊതിഞ്ഞു തന്നു, ഞാൻ ഡിസൈൻ ചെയ്തു. ഓക്കെ അത് അവിടെയാണ് ടീം വർക്ക് എന്ന് പറഞ്ഞത്. അത് മാത്രമല്ല, ആ ആഡാണ് ഫസ്റ്റ് ക്യാപ്പിയുടെ പെപ്പർ അവാർഡ് കിട്ടിയത്. ഓക്കെ അതൊക്കെ അതായത് ഏജൻസിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ്. അത് ടീം വർക്ക്. അത് ഒരു കമ്പനി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന, ഒരു സ്ട്രക്ചർ എങ്ങനെ, ഒരാളോട് എങ്ങനെ സംസാരിക്കണം, അല്ലെങ്കിൽ നമ്മളെങ്ങനെ ഒരു വർക്ക് എത്ര പ്രശ്നം വന്നാലും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അത് ഫ്രീലാൻസേഴ്സ് ഒന്നും പറ്റില്ല. ഫ്രീലാൻസർ എപ്പോഴും പറയാം, ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇത് വർക്ക് ചെയ്യണമെങ്കിൽ ഞാൻ എൻ്റെ കംഫർട്ട് സോണിൽ ഇങ്ങനെ വർക്ക് ആവുള്ളൂ. റിസ്ക് എടുക്കാൻ വളരെ കുറവായിരിക്കും. നമ്മൾ കുറേയൊക്കെ എക്സ്പീരിയൻസ് ആയിട്ട് ഫ്രീലാൻസിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് എന്താ അറിയോ, നമുക്ക് എത്ര റിസ്ക് നമ്മൾ തയ്യാറാവും. പക്ഷെ നമ്മൾ ഫ്രീലാൻസിങ് പോകുന്ന ആൾക്കാരെന്ന് വെച്ചാൽ അധികം മാക്സിമം അവരെ കംഫർട്ട് സോണിൽ വെച്ചിട്ട് കളിക്കുള്ളൂ. പക്ഷേ ഓഫീസിൽ അങ്ങനെയല്ല, അത് നിർബന്ധമായിട്ട് ചെയ്തു കൊടുക്കണം. ഇന്നത്തെ അവൻ്റെ ഡ്യൂട്ടി അതാണ്.
അപ്പോൾ നമ്മളെന്ത് എത്ര പ്രഷർ ഉണ്ടെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യും. ഉം, ഉം, ഉം. ഈ ഇപ്പോഴത്തെ പ്രഷറായിട്ട് വർക്ക് ചെയ്യാൻ ആർക്കും തയ്യാറില്ല. ഉം, ഉം, ഉം. ഒരു ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ആർക്കും ഫേസ് Solve ചെയ്യാൻ ചെയ്യാൻ വയ്യ, പറ്റില്ല. പറ്റില്ല. അതൊക്കെ മസ്റ്റായിട്ട് വേണ്ട കാര്യമാണ്. അതൊക്കെ ഒരു ഏജൻസി പോയി കഴിഞ്ഞാൽ അത് ഫീച്ചറിൽ അവർക്ക് മനസ്സിലാവുള്ളൂ എന്ത് ഇതുകൊണ്ട് എന്താ എനിക്ക് ഗുണം ഉണ്ടായി എന്നുള്ളത്. അപ്പോൾ അതിനൊരു മസ്റ്റായിട്ട് ഏജൻസി എക്സ്പീരിയൻസ് മസ്റ്റായിട്ട് ഇഷ്യൂ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സോൾവ് ചെയ്യാൻ പറ്റണം, അതിന് ഫേസ് ചെയ്യാൻ പറ്റണം. അതെ. സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിനെ ഫേസ് ചെയ്യാൻ പറ്റണം. അതെ. എല്ലാ പ്രശ്നങ്ങളും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല, അതെ. പക്ഷേ അതിനെ Face ചെയ്യാം. ഫേസ് ചെയ്യാൻ പറ്റണം. അത് പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ ഫീച്ചറിൽ അവർ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തുള്ളൂ. ഉം, ഉം. ഫെയിലിയർ ഉണ്ടെങ്കിലല്ലേ സക്സസ് ഉള്ളൂ. അതെ, അത് ഉറപ്പാണ്. എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ്. അതിനൊക്കെ നമുക്ക് ഈ ഏജൻസിയൊക്കെ ഒരുപാട് എനിക്ക് മെൻ്റലി എന്നെ ഒരുപാട് ഇതാക്കിയിട്ടുണ്ട്. നമുക്കൊരു വർക്ക് പ്രഷർ എന്ന് പറഞ്ഞ സംഭവം അന്ന് ആ സമയത്ത് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, മനോസോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട് അവിടുത്തെ ക്രിയേറ്റീവ് ഡയറക്ടറോട്. ഒന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. എന്നുവെച്ചാൽ എനിക്ക് തോന്നുന്നു അന്ന് എനിക്ക് തോന്നി ചിരി വരുന്നു. ഇപ്പോൾ എങ്ങനെ വെച്ചാൽ നമ്മളത്രയും ഒരുപാട് വർക്ക് ചെയ്യാനായിട്ട് കൂടെ വേറെ വർക്ക് കൊണ്ടുവന്ന് ആവാൻ പറ്റില്ല. പക്ഷെ നമ്മളത് എന്തുകൊണ്ട് ആ സമയത്ത് അങ്ങനെ പിന്നെ പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്തു, കാര്യങ്ങൾക്ക് റെഡിയാക്കി, അത് ഏജൻസിയിൽ നിന്ന് കിട്ടി കുറേ നമുക്ക് ഗൈഡൻസും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ഒരുപാട് മാറി, നമ്മൾ തന്നെ മാറി. നമ്മളിപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആക്കിയാൽ തന്നെ ലോഗോ വലുതാക്കാൻ പറഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ടത് പറയാൻ പറ്റും ക്ലയൻറ്റിൻ്റെ അടുത്ത്. അതാ ചില ക്ലയൻറ്റ്സ് പറയും അത് ലോഗോ വലുതാക്കി വെക്കും. പക്ഷെ അതങ്ങനെ വലുതാക്കി വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ആ ഒരു ഇതിൻ്റെ ആസ്തറ്റിക് പോവും, അല്ലെങ്കിൽ അത് കറക്റ്റ് ആവില്ല എന്ന് ഡിസൈനർക്ക് അറിയാം. പക്ഷെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ അത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലോഗോ ഒരു ക്ലയൻറ്റിന് അവർ പറഞ്ഞ് മനസ്സിലാക്കാം. ഒരു കാര്യം ചെയ്യുമ്പം ചുമ്മാ അല്ലല്ലോ ഒരു കാര്യം ചെയ്യുന്നത്, അതെ. അത് റീസൺ ഉണ്ടായിരിക്കും. ഇപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ആൾക്കാർ പറഞ്ഞാൽ അല്ല ഞങ്ങൾക്ക് അതുപോലെ തന്നെ വേണമെന്ന് പറയുന്നത്, ഇല്ല സാർ ഇതിനിങ്ങനെയാണ് വേണ്ടത്, എന്തുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് കറക്റ്റ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അതെ. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന സംഭവം അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇത് യൂസ് ചെയ്തത്, അപ്പോൾ ഇത് വെച്ചാൽ അതായിരിക്കും ഇതിൻ്റെ റിസൾട്ട് ഉണ്ടാവുക. എൻഡ് റിസൾട്ട് എന്ന സംഭവം ഉണ്ടല്ലോ, അതെ. അതെ. അതായത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ സാർ ഉദ്ദേശിക്കുന്ന പോലെ റിസൾട്ട് ആയിരിക്കില്ല ഉണ്ടാവുക. ഞങ്ങൾ ഇതിൻ്റെ റിസൾട്ടാണ് എൻഡ് റിസൾട്ടാണ് പറയുന്നത്. അതെ. സാർക്ക് ഇത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എൻഡ് റിസൾട്ട് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക എന്നാൽ കറക്റ്റ് ക്ലാരിറ്റിയോടെ കൊടുക്കുക. തീർച്ചയായിട്ടും ക്ലൈൻറ്റിൻ്റെ മീറ്റിംഗ് ആയിരിക്കും. സജഷൻ എടുക്കാം, അതും ബെറ്ററാണ്. അതെ, പക്ഷേ അതിനത് ആപ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആയി. അതെ, തീർച്ചയായിട്ടും നമുക്കതിന് റിസൾട്ടാണ് വേണ്ടത്. ഒരു ക്രിയേറ്റീവ് ചെയ്യുകയാണെങ്കിൽ അതിന് അല്ലെങ്കിൽ വീഡിയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് അത് ചെയ്യുന്ന ആൾ നോക്കേണ്ട കാര്യമാണ്. ഒരു ഏജൻസിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഡിസൈനർ ആണെങ്കിലും എഡിറ്റർ ആണെങ്കിൽ നമ്മൾ ചെയ്തിട്ട് എന്താണ് ഇതിൻ്റെ റിസൾട്ട് വേണ്ടതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ പല കമ്പനീസും ഹയർ ചെയ്യുന്നത് ഈ കമ്മ്യൂണിക്കേഷനും ആറ്റിറ്റ്യൂഡും നോക്കിയിട്ടാണ്. ബാക്കി സ്കില്ല് അവർ പഠിപ്പിച്ചെടുക്കും. അതെ, അത് ഈ നന്നായിട്ട് ആറ്റിറ്റ്യൂഡും നന്നായിട്ട് നമ്മളെ സിൻസിയറിറ്റി എന്ന സംഭവം ഉണ്ടല്ലോ, അതെ, അത് വേണം. അതെ. അതില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അത് എന്തുണ്ടെങ്കിലും അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വർക്കിനോട് സിൻസിയറിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ എംപ്ലോയിനെ ഹയർ ചെയ്തിട്ട് കാര്യമില്ല. മനസ്സിലായി. 1 2 അല്ലെങ്കിൽ 1 വർഷം മാക്സിമം, അത് കഴിഞ്ഞാൽ അവർ ചിലപ്പം ജമ്പ് ചെയ്ത് പോകും. ഈ AI വന്നു ഡിസൈനേഴ്സിന് ജോലി പോകും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട് എല്ലാവർക്കും. അതിനെക്കുറിച്ച് എന്താ? ഡിസൈനേഴ്സിൻ്റെ ജോലി പോകുന്നില്ല, ഓക്കെ. അവർ അപ്ഡേറ്റ് ആയാൽ മതി. ഓക്കെ. നിലവിലുള്ള ടൂൾസുകൾ നമ്മൾ നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഒരു മൃഗത്തെ നമ്മൾ മെരുക്കിയെടുക്കുക എന്ന് പറയില്ലേ, അതെ, അതേപോലെ തന്നെയാണ് ഈ AI കുറിച്ച് നന്നായിട്ട് നമ്മൾ പഠിക്കുക, നമ്മൾ അപ്ഡേറ്റ് ആവുക എന്നുള്ളതാണ്. അതെ. നന്നായിട്ട് പ്രോംപ്റ്റ് ചെയ്യാനറിയാം, ഓരോ കാര്യങ്ങളും എങ്ങനെ ചെയ്യണം എന്നറിയാം. അപ്പം അതാണ് ആർക്കും അറിയാത്തത്. അതെ. അത് പഠിക്കുക. പ്രോംപ്റ്റിങ് പ്രോപ്പറായിട്ട് പഠിച്ചാൽ തന്നെ നമുക്ക് ഏത് ടൂളാണെങ്കിലും അതിനനുസരിച്ച് നമുക്ക് നന്നായിട്ട് ഔട്ട് കിട്ടും. പ്രോംപ്റ്റ് ചെയ്യുക ഇപ്പോൾ എല്ലാ ബേസിക് ആയിട്ടുള്ള എല്ലാ ടൂൾസുകളും പ്രോംപ്റ്റാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയി കിടക്കുന്നത്. അപ്പോൾ അപ്ഡേറ്റ് ആവുക എന്നുള്ളതാണ്. അതെ. ഈ അപ്ഡേറ്റ് ഇപ്പോൾ മിനിമലിസം ചേഞ്ചായി മാക്സിമത്തിലേക്ക് അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് അപ്ഡേറ്റ് ആവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മളെ പെപ്സി ആണെങ്കിലും സാധനത്തൊക്കെ ആണെങ്കിലും ഇപ്പോഴത്തെ ആഡുകളൊക്കെ നോക്കിയാണ് മാക്സിമലിസം ആണ്. മിനിമലിസം മാക്സിമം കുറഞ്ഞു. ഇപ്പോൾ മിനിമലിസം ഒക്കെ മാക്സിമം കുറഞ്ഞു, മാക്സിമലിസം ആണ്. പക്ഷെ അതിന് ഓരോ കാലത്തിനനുസരിച്ച് ട്രെൻഡ് മാറും, അതിനനുസരിച്ച് അപ്ഡേറ്റ് ആവുക എന്നുള്ളതാണ്. അപ്ഡേറ്റ് ആയാലും 100% ഷുവറാണ് നമ്മൾ ഫീൽഡ് ഔട്ടാവും. അത് ഇപ്പോൾ ഞാൻ പണ്ട് കാലത്ത് കളിയാക്കിയിട്ടുണ്ട് പലരും, ഇതാരും മോശമാക്കി പറയല്ല. നമ്മളെ ലില്ലിപ്പൂക്കൾ വെക്കുന്ന മറ്റേ മഹേഷിൻ്റെ പ്രതികാരത്തിൽ ഇല്ല ഞാൻ വെക്കില്ല ചേട്ടാ പറഞ്ഞില്ല. അതേപോലെ നമ്മൾ അവരൊക്കെ കളിയാക്കിയത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അപ്ഡേറ്റ് ആവാത്തതുകൊണ്ടാണ്. ഇത് ഏത് കാലത്തെ ഡിസൈനാണെന്ന് അവർ ചിന്തിക്കാത്തതുകൊണ്ടാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ആവുക. എസ്പെഷ്യലി AI കാര്യത്തിൽ അത് എല്ലാ
പ്രോംപ്റ്റ് ചെയ്യാൻ പ്രോപ്പറായിട്ട് പഠിച്ചിരിക്കണം. അതെ. ഇനി ഫ്യൂച്ചർ AI ആണ്. അത് അതിൽ 100% ഷുവറാ. എങ്ങനെ യൂസ് അത് ചെയ്യാം ജോലിയൊന്നും എന്നുള്ളത് ഒരിക്കലും കാരണവശാൽ പൂർണ്ണമായിട്ടും പോവില്ല. പക്ഷെ അപ്ഡേറ്റ് ആയില്ലെങ്കിൽ പോവും. പോവും ഉറപ്പായിട്ടും. ടൂൾസുകളൊക്കെ ഒരുപാട് വരും. AI ടൂൾസിലൊക്കെ നമ്മൾ ഡിസൈനൊക്കെ മാക്സിമം എളുപ്പത്തിലാക്കും. പ്രൊഡക്ഷൻ ലെവൽ കൂട്ടും. പല രീതിയിലും. ഇപ്പം ഞാനിപ്പോൾ ലോ ആർട്ടിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പണ്ട് നമ്മളൊരു സാധനം കോൺസെപ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എത്ര ആലോചിക്കണം. ഇതിൻ്റെ ആവശ്യമില്ല. ഒരു ഫസ്റ്റ് നമ്മൾ ബ്രെയിനിലേക്ക് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു റഫ് ഔട്ട് നമുക്ക് AI ഉണ്ടാക്കിക്കൂടെ. ബാക്കി നമുക്ക് വർക്ക് ചെയ്താൽ പോരെ. അപ്പോൾ ആ ലെവലിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ 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 അത് ചിലപ്പോൾ നാളെ അല്പം പ്രിൻ്റ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ വരെ എത്തും. ഓക്കെ. അപ്പം പണി പോവില്ല, നമ്മളെ അപ്ഡേറ്റ് ആവുക എന്നുള്ളതാണ്. അപ്ഡേറ്റ് ആയി എങ്ങനെ അത് നല്ല ബെസ്റ്റ് റിസൾട്ടിലേക്ക് അതെ അതെ എത്തിക്കുക അതെ. എന്നുള്ളത്. ഒരുപാട് ഓപ്പർച്യൂണിറ്റി വരും. അതെ അതായത് AI ആർട്ടിസ്റ്റും അങ്ങനെ പല രീതിയിലും ഓപ്പർച്യൂണിറ്റീസ് വരും. അതെ. ഇപ്പോൾ ഈ പ്രോംപ്റ്റിങ് തന്നെ ഇപ്പോൾ നമുക്ക് വീഡിയോ ക്രിയേഷനൊക്കെ ആണെങ്കിൽ അതിനായിട്ടുള്ള ജേസൺ പ്രോംപ്റ്റിംഗ് ഒക്കെ ഈ നമ്മൾ ഇപ്പോഴത്തെ ആൾക്കാർ ചെയ്യുന്നത് എന്താ അറിയോ, ഇമോഷൻസ് ആണ് പ്രോംപ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. അതെ അതെല്ലാം പ്രോപ്പർ ജേസൺ പ്രോംപ്റ്റിങ് കൊടുത്തു കഴിഞ്ഞാലാണ് എൻ്റെ ടെക്നിക്കൽ വേർഡുകൾ. നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടറിനോട് പറയുന്നത് എനിക്കിത് വേണം എന്നുള്ളത്. ഒരു മനുഷ്യനോട് പറയുകയാണെങ്കിൽ ഇമോഷണലി ഓക്കെ. പക്ഷേ ഇത് സിസ്റ്റത്തോട് പറയുമ്പം അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് തന്നെ നമ്മളോട് പറയണം. അപ്പോഴേ കറക്റ്റായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. കിട്ടത്തുള്ളൂ. അതെന്താ പറയുക, ആരും ഈ ട്രൈ ചെയ്യുന്നില്ല. മടിയന്മാരാണ്, ഭയങ്കര മടിയന്മാരാണ്. അതെ ഒരു പ്രോംപ്റ്റ് പഠിക്കണമെങ്കിൽ ജസ്റ്റ് ChatGPT പച്ച മലയാളത്തിൽ ചോദിച്ചാൽ മതി. എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ വേണം, അല്ലെങ്കിൽ എനിക്ക് ഓണത്തിന് വേണ്ടി മാവേലി ഓടി വരുന്നൊരു വീഡിയോ വേണം. ഇത് മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ടിൽ പച്ച കളറും നീല കളറുള്ള ബാക്ക്ഗ്രൗണ്ട് വേണം, സൈഡിൽ ചെടികൾ വേണം, അല്ലെങ്കിൽ പാതാളത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പോലത്തെ ഉള്ള വീഡിയോ ആണ് വേണ്ടത്. ഇത് മലയാളത്തിൽ ചോദിക്കാം. ChatGPT അതിനുള്ള പ്രോംപ്റ്റ് ഇങ്ങോട്ട് തരും. അതെ അതെങ്ങനെയാണ് വന്നതെന്ന് നോക്കി മനസ്സിലാക്കുക, നമ്മൾ എങ്ങനെ ടൈപ്പ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിന് കുറച്ച് കാര്യം പഠിക്കാൻ പറ്റി. അതെ അപ്പോൾ നെക്സ്റ്റ് ടൈം വരുന്ന സമയത്ത് വീണ്ടും അടുത്ത് മലയാളത്തിൽ തന്നെ ചോദിക്കാം. അപ്പോൾ എങ്ങനെ ടൈപ്പ് ചെയ്യേണ്ട ChatGPT പറയും, അത് വീണ്ടും പഠിക്കുക. അപ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ കിട്ടി. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് അതേപോലത്തെ ഒരു വീഡിയോ ഇമേജ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ പഠിച്ചു ഓൾറെഡി നമ്മൾ ചെയ്തുള്ള സാധനം ഉണ്ടെന്നുള്ളത്. പ്രോംപ്റ്റിന് സ്ട്രക്ചർ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ റേഷ്യോ എങ്ങനെയാണ്, അതെ. ഈ ഒരു വീഡിയോ ആണെങ്കിൽ ഇത്ര സെക്കൻഡിൽ നമ്മളിങ്ങനെ കൊടുക്കണം, അതിൻ്റെ ഇമോഷൻസ് എന്താണ്, കളർ എന്താണ്, ഏത് ഡ്രസ്സാണ് കൊടുക്കേണ്ടത്, അങ്ങനെ കറക്റ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ നമ്മളും ഇപ്പോൾ ഇൻ ഡീറ്റെയിൽ എത്രത്തോളം കൊടുക്കാൻ പറ്റും അത്രയും ബെസ്റ്റ് റിസൾട്ട് കിട്ടും. അതാണ് അത് നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഇപ്പം നമ്മൾ ഈ AI പഠിച്ചു വരുന്ന ആൾക്കാരൊക്കെ ചെയ്യുന്നത് ഇമോഷൻസ് ആണ് കൊടുക്കുന്നത്. അതെ അത് അല്ലെങ്കിൽ ഒരു 2 ഡിസൈനിങ്ങിന് മാത്രമല്ല കേട്ടോ. അത് ഈ ഇപ്പോൾ മെർലിൻ തന്നെ സോഫ്റ്റ്വെയർ ഉണ്ട്, യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു എക്സ്റ്റൻഷനാണ്, വെബ്സൈറ്റുണ്ട്, എക്സ്റ്റൻഷൻ ഉണ്ട്. നമുക്കൊരു മെയിലിന് റിപ്ലൈ കൊടുക്കണമെങ്കിൽ ഒന്നും ചെയ്യണ്ട, മെർലിനോട് വായിച്ച് മെർലിൻ റിപ്ലൈ കൊടുത്തോളൂ. അതൊക്കെ ഒരു HR ലെവലിലൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആണ്. നമ്മൾ എന്താണ് തോട്ട് വേണ്ടത് അതിൽ ജസ്റ്റ് ഒരു റഫായിട്ട് കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക് പ്രൊഫഷണൽ മെയിൽ, നമ്മൾ പണ്ടൊരു മെയിൽ അയക്കാൻ എത്ര സമയം എടുക്കുമായിരുന്നു? അതെ അതെ സെക്കൻഡ് പരിപാടി കഴിഞ്ഞു. സെക്കൻഡ് ഇപ്പോൾ മറ്റേ ജിമെയിൽ തന്നെ എക്സ്റ്റൻഷൻ വന്നിട്ടുണ്ട്. അതെ അതെ അതെ. ജിമെയിലിൻ്റെ തന്നെ അല്ല ഒരുപാട് ഈസി ആയി. അതെ അതാ പറഞ്ഞത്, അപ്ഡേറ്റ് ആവുക എന്നുള്ളതാണ്. അതെ അതാണ് വേണ്ടത്. ഫുള്ളി അപ്ഡേറ്റ് ആയാൽ മാത്രമേ ഇനിയുള്ള ഫ്യൂച്ചർ അപ്ഡേറ്റ് ആയില്ലെങ്കിൽ 100% ഷുവറാണ് ഫീൽഡ് ഔട്ട് ആവും. ഓക്കെ അത് ഉറപ്പാണ്. പിന്നെ നമുക്ക് ഈ ഫോണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴുള്ള ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? അത് ഞാൻ ആക്ച്വലി ഫോണ്ട് ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അതൊരു കടൽ പോലെയാണ്. ഓക്കെ നമ്മളത് വരച്ചുണ്ടാക്കാൻ തന്നെ നമുക്ക് അത്യാവശ്യം സമയം വേണം. ആദ്യം അതിനൊരു ഹൂ വൈ അതാണ് മെയിനായിട്ടുള്ളത്. എന്തിനാണ്, എങ്ങനെയാണെന്നുള്ളതാണ്. ഓക്കെ അതാണ് മെയിൻ ഉള്ളൊരു പോയിന്റ്. ആദ്യം നമ്മൾ ഫൈൻഡ് ചെയ്യണം എന്തിനു വേണ്ടി ഉണ്ടാക്കുന്നത്. മലബാറിൻ്റെ കാര്യമാണെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടി ഉണ്ടാക്കുന്നത്. മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു ഫോണ്ട് ഇല്ല, അത് വേരിയബിൾ ആയിട്ടുള്ള ഒരു ടൈപ്പോഗ്രാഫി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോണ്ട്, അത് നമ്മൾ ബിൽഡ് ചെയ്യാന്നാണ് നമ്മൾ. എങ്ങനെ അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു ടൈപ്പോഗ്രാഫി ഫോണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫിലിം പോസ്റ്റൊക്കെ നമ്മൾ നല്ല റെഫർ ചെയ്യും, പണ്ടത്തെ ഫിലിം പോസ്റ്റേഴ്സൊക്കെ. അതിനൊക്കെ ഒരുപാട് ഐഡിയകൾ കിട്ടാറുണ്ട് നമുക്ക്. പിന്നെ ചുറ്റുപാട് കാണുന്ന ചുമരിൽ ഒരുപാട് ഐഡിയകൾ കിട്ടാറുണ്ട്. കാണുന്ന ജസ്റ്റ് ഫോണിൽ നിന്ന് ഫോട്ടോ എടുക്കും. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഐഡിയ വെച്ചിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യും. ആദ്യം കോറായിട്ടുള്ള കുറച്ച് അക്ഷരങ്ങൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. അതിനുശേഷം ഇതിൻ്റെ ഡെവലപ്പിംഗ് സെക്ഷനാണ്. ബാക്കിയുള്ള അക്ഷരങ്ങൾ മൊത്തം ഡെവലപ്പ് ചെയ്യുക. പിന്നെ ഫോണ്ട് അതിൻ്റെ അക്ഷരങ്ങൾ ആർട്ട് കഴിഞ്ഞതിന് ശേഷം ഫോണ്ട് ഡെവലപ്പിംഗ് ആണ്. പിന്നെ അതിൻ്റെ ടെസ്റ്റിംഗ് ഉണ്ട്. ഈ ഡെവലപ്പിംഗ് ആണെങ്കിൽ ഒരുപാട് വീട്ടിലുള്ള കാര്യമാണ്. അതേപോലെ അതൊരു ഒരു മിനിമം നമ്മളൊരു ഫോണ്ട് ഉണ്ടാക്കുക 6 മാസമൊക്കെ എന്തായാലും എടുക്കാറുണ്ട്. ഓക്കെ ആ ഒരു അത്രയും കഷ്ടപ്പാടാണ് ഒരുപാട്. ഇപ്പം എക്സ്പെഷ്യലി അത് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു തന്നെയാണ്. ഓക്കെ നമുക്ക് AI ടൂൾ വെച്ചിട്ട് ഫോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പാടാണ്. മേ ബി വരാം, ഫ്യൂച്ചറിൽ വരാം തീർച്ചയായിട്ടും. കാരണം ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാനോ ആപ്പ് ഉണ്ടാക്കാനോ ഇതിന് പറ്റുന്നുണ്ടെങ്കിൽ ഒരു ഫോൺ ഉണ്ടാക്കാനാണോ പറ്റാത്തത്. ഫ്യൂച്ചറിൽ വരാം. മനസ്സിലായി. അപ്പോൾ ഈ ഡിസൈനേഴ്സൊക്കെ ഈ റെഫറൻസ് ചെയ്യാൻ പറ്റിയ നമുക്ക് മാനുവലി പുറത്ത് തുറന്ന് ഈ ഫിലിം പോസ്റ്ററും
ഹോർഡിങ്സും അല്ലാതെ ഡിജിറ്റലി റെഫറൻസ് ചെയ്യാൻ പറ്റിയ എന്തൊക്കെയാണ് ഞാൻ ആക്ച്വലി ഈ ഓപ്ഷൻസ് ഉണ്ടോ? ബ്രാൻഡിങ്ങിൻ്റെ കാര്യത്തിനൊക്കെ എപ്പോഴും റെഫർ ചെയ്യുക ബിഹാൻസ് ആണ്. ബിഹാൻസ്. ഓക്കെ. നല്ല അടിപൊളി വർക്കുകൾ ബിഹാൻസിലൊക്കെ ഉണ്ട്. നമ്മൾ ഇപ്പോൾ നമ്മൾ ഒന്ന് ഓപ്പൺ ചെയ്യും ബിഹാൻസിൽ ബ്രാൻഡിങ് വർക്ക് സെർച്ച് ചെയ്യും. ഇതാണ് നോർമലി കാണാറ്. ഓക്കെ. പക്ഷേ അവിടെ നമ്മൾ ലൊക്കേഷൻ ഉണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പുറത്തുള്ള വർക്കുകൾ ഫ്രാൻസ്, ബെൽജിയം, ഇങ്ങനത്തെ ഒരുപാട് നമ്മൾ UK ബേസുള്ള ഒരുപാട് ഏജൻസികളെയും നമ്മൾ ഫോളോ ചെയ്യാം. ഓട്ടോമാറ്റിക് നമ്മൾക്ക് വരുന്ന റെഫറൻസ് മാറും. ഓക്കെ. ഇപ്പം നമ്മുടെ നാട്ടിലുള്ള കുറച്ച് ഏജൻസികളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് വരുന്ന റെഫറൻസും അങ്ങനെ ആയിരിക്കും. അങ്ങനെ തന്നെ ആയിരിക്കും. മനസ്സിലായി. അപ്പോൾ നമ്മളെങ്ങനെയാണോ നമ്മൾ ആദ്യം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എടുക്കുന്ന റെഫറൻസ് പ്രോപ്പറാണോ നമ്മൾ ആദ്യം വിലയിരുത്തണം. മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്തേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. ഒരു സമയത്ത് ഞാൻ കരുതി ഇത് ഇമേജൊക്കെ കളർഫുൾ ഇങ്ങനെയൊക്കെ മോശമല്ല, ഇതൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഡിസൈനിലൊന്നും ഇങ്ങനെ ഇല്ലയെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മളത് ബ്രേക്ക് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, അത് ഓക്കെ ആണെന്നുള്ള ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു അലൈൻമെൻറ്റ് ഒരു ബ്ലാങ്ക് ഒരു ബ്രൗഷറിൻ്റെ പേജിൽ ഫുൾ ബ്ലാങ്ക്, അതിൻ്റെ അടിയിൽ ചെറിയൊരു ടെക്സ്റ്റ്. അപ്പം ഞാൻ ആദ്യം വന്ന സമയത്ത് ഇത് അടിയിലും മുകളിലൊക്കെ ഭയങ്കര ബ്ലാങ്ക് ആണല്ലോ, ഇപ്പം എന്താ അടിയിൽ കുറച്ച് ടെക്സ്റ്റ് മാത്രം, ഒരു 2 പാരഗ്രാഫ് മാത്രം. അപ്പം മുകളിൽ കുഴപ്പമില്ല ഞാൻ ചോദിച്ചു, അത് കുഴപ്പമില്ല അങ്ങനെ മതിയായിരുന്നു. പക്ഷെ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇപ്പോൾ ഇവിടെയുള്ള ലേഔട്ട്, ഞാൻ ആദ്യം സെൻട്രൽ അലൈൻമെൻറ്റും സൈഡ് അലൈൻമെൻറ്റും വെച്ച് കളിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ഇങ്ങനെയും എല്ലാം അലൈൻ ചെയ്യാൻ ഇങ്ങനെയും പറ്റും എന്നുള്ളത് നമുക്ക് അവർ കാണിച്ചു തന്നു. അത് നമ്മളെ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ എല്ലാവരും എങ്ങനെ ചെയ്യാൻ പറ്റും, അതിന് ബിഹാൻസ് ആണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ കറണ്ട് കണ്ട ട്രെൻഡാണ്, എല്ലാവരും UI ഡിസൈനിലോട്ടാണ് പുതുതായിട്ട് വരുന്ന കുട്ടികളും പഠിച്ചു തുടങ്ങുന്നത്. ഈ ഗ്രാഫിക് ഡിസൈനിങ് പ്രോപ്പറായിട്ട് പഠിച്ചിട്ട് UIയിലോട്ട് പോകണോ, അത് എന്താണ് അതിൻ്റെ കറക്റ്റ് സ്ട്രാറ്റജി? ആക്ച്വലി ഞാനും UI ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ. അപ്പം ഞാൻ എൻ്റെ ഡിസൈനേഴ്സൊക്കെ ഫോൺസ്പെല്ലിലേക്കുള്ള ഉപയോഗിക്കുന്ന എല്ലാ ക്രിയേറ്റീവ്സും ഫിഗ്മയില ചെയ്യാറ്. ഓക്കെ. അതായത് അതിൻ്റെ ഫീല് വേറെ തന്നെയാണ്. മസ്റ്റഡുകൾ പഠിച്ചിരിക്കണം. ഡിസൈനിങ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഫിഗ്മ അറിഞ്ഞിരിക്കണം. അപ്പോൾ UI ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഫിഗ്മ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഔട്ടല്ല ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഫിഗ്മ അടിപൊളിയാണ്. കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, പ്ലഗിൻസ് ഒക്കെ ഒരുപാടുണ്ട്. നമ്മളിപ്പം AI യൂസ് ചെയ്തിട്ട് ഒരുപാട് പ്ലഗിൻസ് ഉണ്ട് ഫിഗ്മയിലൊക്കെ. പിന്നെ കളേഴ്സ് ആണെങ്കിലും ഒരുപാട് ഓപ്ഷൻ, അതിൻ്റെ രണ്ടും ഡിഫറെൻ്റ് അതിൻ്റെ ഫീൽ തന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പം ഡിസൈനേഴ്സ് ആദ്യം നമ്മൾ ബേസിക് ആയിട്ടുള്ള ഡിസൈനേഴ്സ് ഗ്രാഫിക് ഡിസൈൻ പഠിച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന് ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഈ കളർ സെൻസ് ഒക്കെ ഓൾമോസ്റ്റ് ഈ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും നമുക്ക്. മനസ്സിലായി. അവിടെയൊക്കെ ഉള്ള സംഭവം എന്താ വെച്ചാൽ റെഫറൻസ് ആണ്. ഈ അവാർഡ്സ് പോലത്തെ UI ചെയ്യുന്ന അവാർഡ്സ് പോലത്തെ സൈറ്റുകളൊക്കെ നന്നായിട്ട് റെഫർ ചെയ്യാം. അതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ചില ആൾക്കാർക്ക് വെബ്സൈറ്റ് കണ്ടു കഴിഞ്ഞാൽ അയ്യേന്ന് പറയും. പക്ഷേ അതൊക്കെ ഒരു വെച്ചാൽ അത്രയും ഉൾക്കൊള്ളാൻ പറ്റാത്ത ലേഔട്ടുകളൊക്കെ ഉണ്ടാവുക. അത്രയും ഭംഗിയുള്ള സാധനമാണ്. പക്ഷെ കാണുന്നവർക്ക് ഞാൻ എൻ്റെ കസിൻ ഉണ്ട്, അവന് കാണിച്ചു കൊടുത്തു എന്താ 4 ഇമേജ് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നതെന്ന്. പക്ഷെ അതിൻ്റെ അങ്ങനെയാണ്, അതിൻ്റെ ഒരു ലേഔട്ട് അങ്ങനെയാണ്. അത് ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല അവരൊന്നും. ആകെ സെൻട്രൽ അലൈൻമെൻറ്റും ഇതൊക്കെ പഠിച്ചു വരുന്നവരെന്ന് വെച്ചാൽ ആ ലെവലിൽ പഠിക്കണം. റെഫറൻസ് പുറത്തുള്ള കമ്പനികളുടെ റെഫറൻസും നമ്മൾ ഇപ്പോഴും ഇവിടെ നോക്കുന്ന കുറേ ട്രെൻഡുകളൊക്കെ എന്ന് വെച്ചാൽ കുറേ കാലം മുമ്പേ അവിടെയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള ട്രെൻഡുകളൊക്കെ പലതും കണ്ടിട്ടുള്ളൂ. പുറത്തുള്ള വർക്കൊക്കെ അടിപൊളി, കുറച്ചുകൂടി നമ്മൾ വൈകിട്ടായിട്ട് ചിന്തിക്കുക, നമ്മളെ സറൗണ്ടിങ്ങിലല്ല എന്നുള്ളത് വലുതായിട്ട് ചിന്തിക്കുക. ഇപ്പോൾ ഞാൻ ഇന്നാൾ സ്റ്റാർട്ടപ്പ് മിഷനിൽ പോയ സമയത്ത് റോയ് ചേട്ടനോട് പറഞ്ഞു, നമുക്ക് നമ്മളെ ഒളിമ്പിക്സിലല്ല ഓടേണ്ടത്, അതിന് പഞ്ചായത്തിൻ്റെ കലോത്സവത്തിൽ ഓടിയിട്ട് കാര്യമില്ല. അത് ഭയങ്കര ഒരു പോയിന്റാ. ആഴ്ചയിൽ അത് സത്യമാണ്. മൈൻഡ് സെറ്റ് അവിടെ ചേഞ്ച് ആയി. അത് നമ്മളത് എവിടെ എത്തണം എന്നുള്ളത് നമുക്കൊരു വിഷയം വേണം. അപ്പം തന്നെ നമ്മുടെ ആ കംഫർട്ട് സോൺ, ആ ഷെല്ലെല്ലാം ബ്രേക്ക് ആവും. നമ്മുടെ ചിന്ത ഒരു പോയിന്റ്, അത് നമ്മൾ എവിടെ ഓടണം എന്നുള്ളത് അത് നമ്മൾ ഡിസൈഡ് ചെയ്യണം. അതെനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി. വെച്ചാൽ സത്യമാണതേ, നമ്മൾ ഇത്രയും കാലം നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന സ്ഥലം കലോത്സവത്തിന് ഓടിയിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് ഒളിമ്പിക്സ് അല്ലേ ഓടാനുള്ളത്. അപ്പം നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് വേറെ സ്ഥലത്താണ്. അപ്പോൾ തോട്ട് മാറ്റണം, വഴി മാറ്റണം, രീതി മാറ്റണം, കോണ്ടാക്റ്റ് മാറ്റണം. നമ്മൾ ഇത്രയും കാലം ഇപ്പം നമ്മളെ കോണ്ടാക്ട് പറഞ്ഞാൽ നമ്മൾ വിട്ടാവട്ടത്തുള്ള കുറച്ച് ആൾക്കാരൊന്നും, പക്ഷെ നമ്മൾക്ക് നമ്മൾ വേറെ ലെവലിൽ ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ, നെക്സ്റ്റ് ലെവലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് എല്ലാം മാറ്റേണ്ടി വരും. കുറേ ആൾക്കാർ കണക്ഷൻ ബിൽഡ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ നമ്മൾ മാറ്റണം, എന്നാൽ മാത്രമേ നമുക്ക് കാര്യം ഉണ്ടാവുള്ളൂ. മനസ്സിലായി. ഒരു വലിയൊരു
നോളജായിരുന്നു. ഇപ്പോൾ പുതുതായിട്ട് വരുന്ന ഡിസൈനേഴ്സിനായാലും ഇപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഇതൊരു വലിയൊരു ഇത് നോളജായിരുന്നു. ഓക്കെ. നമ്മളൊന്നും ഞാനും പഠിച്ചോണ്ടിരിക്കുന്ന ഒരാളാണ് ഞാനും. ഓക്കെ. വലിയ സംഭവമായിട്ടൊന്നുമല്ല. പക്ഷെ എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള അറിവ് ഷെയർ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അതെ, അതെ, അതെ. താങ്ക് യു. അപ്പോൾ നമ്മുടെ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രണവിൻ്റെ ലിങ്ക്ഡിൻ ഐഡിയും യൂട്യൂബ് ചാനലും ഞാൻ കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും മെൻഷൻ ചെയ്തേക്കാം. ഓക്കെ. താങ്ക് യു.